ജോയ്സ് ടിവിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളൊക്കെ കർത്താവിൽ സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന കർത്താവ് നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിൻ്റെ ദാസിയാണ് കടന്നു വന്നിരിക്കുന്നത്. കർത്താവ് തന്നെ നടത്തിയതായ വിധങ്ങളും കർത്താവ് ജീവിതത്തിൽ ചെയ്തതായ വലിയ അത്ഭുതത്തിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിപ്പാനും ആയിട്ട് കടന്നു വന്നിരിക്കുന്നത് ആ പ്രിയ കർത്താവിൻ്റെ ദാസിയെ ജോയ്സ് ടിവിയിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ആമേൻ. പ്രൈസ് ലോർഡ്. ദേവദാസി, കർത്താവ് സന്തോഷമായിരിക്കുന്നുവോ? സന്തോഷമായിരിക്കുന്നു. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. ദൈവം നടത്തിയ വിധങ്ങളും വഴികളും ഒക്കെ ഒത്തിരി ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. അതിലേക്ക് കടന്നു പോകുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. അങ്ങയുടെ മഹാസാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ കർത്താവേ. ഞങ്ങളുടെ ദാസ്യ ദൈവങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കർത്താവിന്റെ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ടാണ് കർത്താവ് നടത്തിയ വിധങ്ങൾ സംസാരിപ്പാൻ പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തണേ. വായോടും നാവോടും അങ്ങയുടെ ആത്മാവ് കൂടെ ഇരിക്കണമേ. കേൾക്കുന്ന ജനത്തിന് വലിയ വിടുതലായി മാറുവാന് കർത്താവ് സഹായിക്കണമേ. അങ്ങയുടെ നാമം ഈ സാക്ഷ്യത്തിലൂടെ ഉയർത്തപ്പെടുവാന് കർത്താവ് ഇടയാക്കുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്നു. കൂടെ കരങ്ങളിൽ ഞങ്ങളെ ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. ഓക്കെ, ദേവദാസിയെ കർത്താവ് സഹായിക്കട്ടെ. ഇപ്പോൾ നമ്മോടൊപ്പം എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നതെന്നും ഒന്ന് ദേവദാസിയെ ഒന്ന് പരിചയപ്പെടുത്തിയാട്ടോ. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. എന്റെ പേര് ശോശ ജോൺ. ഞാൻ അമേരിക്കയിലെ ഹൂസ്റ്റണിൽ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഓക്കെ ദേവദാസിയെ കർത്താവ് സഹായിക്കട്ടെ. അമേരിക്കയിലുള്ള ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹം അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ ആ ദേശത്ത് നിലനിർത്തട്ടെ. ആമേൻ. ഇനിയും ദേവദാസിക്കുള്ള സാക്ഷ്യത്തിനുള്ള സമയമാണ്. ദേവദാസിയെ കർത്താവ് നടത്തിയ വിധങ്ങളും വഴികളും ഒക്കെ സംസാരിക്കാം. കർത്താവ് ദേവദാസിയെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ഓക്കെ, സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവ് എന്നെ നടത്തിയ വിധങ്ങളെ പറയുവാനായിട്ട് എനിക്ക് ലഭിച്ച അവസരത്തിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാം ദൈവനാമ മഹത്വത്തിനല്ലാതെ ഒരു വാക്കുപോലും എൻ്റെ നാവിൽമേൽ വരരുതെന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് കടക്കട്ടെ. എൻ്റെ പേര് ഞാൻ പറഞ്ഞതുപോലെ ശോശാമ ജോൺ. ഞാൻ അമേരിക്ക ഹൂസ്റ്റണിൽ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. എനിക്ക് ഹസ്ബൻഡും 2 പിള്ളേരുമുണ്ട്. 2 പെൺപിള്ളേരാണ്. ഒരാൾ എൻ്റെ കൂടെ താമസിക്കുന്നു, ഒരാൾ ഇവിടുന്ന് 30 മൈൽ അകലെയുള്ള വീട്ടിലാണ് താമസിക്കുന്നത്. എൻ്റെ സാക്ഷ്യം പറയുന്നതിന് മുമ്പായിട്ട് ഞാൻ എൻ്റെ 2-3 എനിക്ക് കോൺസെൻട്രേഷൻ പ്രോബ്ലം, വാക്കുകൾ കിട്ടാതെ വരുന്ന പ്രോബ്ലം, അങ്ങനെ ഷോർട്ട് ടൈം മെമ്മറി ലോസ്, അങ്ങനെ പല പ്രോബ്ലംസ് ഉണ്ട്. എങ്കിലും കർത്താവ് എന്നെ ജീവനോടെ സൂക്ഷിച്ചു. ആ സാക്ഷ്യം കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായിട്ട് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമെന്ന ജീവിതത്തിൽ രുചിച്ചറിയുവാൻ ലഭിച്ച അവസരങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ സാക്ഷ്യം തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ മാതാപിതാക്കന്മാരെ കുറിച്ച് അവരുടെ 1-2 അനുഭവങ്ങൾ പറയേണ്ടത് ആവശ്യമാണ്. എൻ്റെ വീട് നാട്ടിൽ കോട്ടയം പുതുപ്പള്ളിയിലാണ് എൻ്റെ വീട്. എൻ്റെ അപ്പച്ചൻ 1959 ജനുവരി 8-ാം തീയതി ലോകത്തിൽ കർത്താവിൽ മറഞ്ഞു. എൻ്റെ അമ്മ 96 വയസ്സുള്ള എൻ്റെ അമ്മ ഹൂസ്റ്റണിൽ തന്നെ എൻ്റെ അനിയത്തിയുടെ ഭവനത്തിലുണ്ട്. ഞങ്ങൾ 8 സഹോദരങ്ങളായിരുന്നു. എൻ്റെ അമ്മയുടെ വീട് കങ്ങഴയിലാണ്. അവിടെ ചെറുപ്പത്തിൽ തന്നെ ദൈവഭക്തിയുള്ള യാക്കോബ കുടുംബത്തിൽ വളർന്നു വന്നു. 18-ാമത്തെ വയസ്സിൽ അമ്മ വിവാഹം കഴിപ്പിച്ചു. വിവാഹം കഴിപ്പിച്ചെന്ന് പറഞ്ഞാൽ ഏറ്റവും മൂത്ത സഹോദരി 22 അമ്മയ്ക്ക് 4 വയസ്സുള്ളപ്പം 22 വയസ്സുള്ള അമ്മയുടെ മൂത്ത സഹോദരി 2ാമത്തെ പ്രസവത്തോടു കൂടി ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടതിനാൽ ഒരു ഒറ്റ മോളേ ഉള്ളൂ. പിന്നെ 3 സഹോദരന്മാർക്ക് ഒരു പെങ്ങളായിരുന്നു. അതുകൊണ്ട് ഏറ്റവും നന്നായി കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടാകരുത്, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകരുത്, സഹോദരന്മാരൊക്കെ ആവശ്യത്തിന് കാണണം എന്നൊക്കെ പറഞ്ഞ് ഏതാണ്ട് ഒത്തിരി കല്യാണം ആലോചിച്ച് ഞങ്ങളുടെ അപ്പച്ചനുമായിട്ടുള്ള വിവാഹം നടന്നു. 18-ാമത്തെ വയസ്സിലാണ് വിവാഹം നടന്നത്. ദൈവഭക്തി തന്നെ ചെറുപ്പത്തിൽ വളർന്നു വന്നു. വീട്ടിൽ സന്ധ്യാപ്രാർത്ഥനയുണ്ട്. ഒരു അനാവശ്യമായ ഒരു വാക്ക് പോലും അവിടെ പറയത്തില്ല. എല്ലാം നല്ല ക്രിസ്തീയ ജീവിതമായിരുന്നു യാക്കോബയിലായിരുന്നെങ്കിലും. ഞാൻ പുതുപ്പള്ളിയിൽ ഞങ്ങളുടെ വീട്ടിൽ വന്ന് അന്ന് രക്ഷിക്കപ്പെട്ടിട്ടില്ല. പുതുപ്പള്ളിയിൽ MV ജോർജ് അച്ഛൻ്റെ പ്രസംഗം കേട്ട്
പുതുപ്പള്ളി പള്ളിയിൽ വെച്ച് രക്ഷിക്കപ്പെട്ടു. ആ നാളുകളിൽ ജോർജ് ഫിലിപ്പ് സാറും ശോശാമ സന്യാസിനിയും ഒക്കെ ഞങ്ങളുടെ നാട്ടിലൊക്കെ വന്ന് ഞങ്ങളുടെ സ്ഥലത്തൊക്കെ വന്ന് സുവിശേഷം അറിയിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അന്നേരം അമ്മയ്ക്ക് സ്നാനപ്പെടലിനെ കുറിച്ച് ആവശ്യത്തെക്കുറിച്ച് മനസ്സിലായപ്പം അപ്പച്ചൻ പറഞ്ഞു, എനിക്ക് 4 തലമുറയ്ക്ക് കഴിക്കാനുള്ളതുണ്ട്, എനിക്ക് ബന്ധുക്കോസുകാരുടെ ഒന്നും വേണ്ട, എനിക്ക് അമേരിക്കക്കാരുടെ ഒന്നും വേണ്ട, ഞാനൊരു യാക്കോബക്കാരത്തിയെ കല്യാണം കഴിച്ച, എനിക്കൊരു യാക്കോബക്കാരത്തി മതി. അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ച് രാത്രി 2 മണി വരെ ഇരുന്നു. അന്ന് എൻ്റെ മൂത്ത 3 സഹോദരങ്ങളുണ്ട്. എൻ്റെ നേരെ മൂത്ത സഹോദരി തീരെ കുഞ്ഞ. അപ്പം അപ്പച്ചൻ അങ്ങ് നിർബന്ധമായിട്ട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, കർത്താവ് ഈ അഹങ്കാര വർത്തമാനം പറയുന്നത് കേട്ടോ, ഈ ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ട് തൻ്റെ വിലയേറിയ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനം? ഈ പണം എടുത്ത് ദൈവസന്നിധി കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിച്ചു. ആ സമയത്ത് അപ്പച്ചൻ തന്നെ പറഞ്ഞു, രാത്രി 2 മണിയായപ്പം ഇതിനെനിക്കൊരു ആൻസർ വേണം, അല്ലെങ്കിൽ അപ്പച്ചൻ ഉപേക്ഷിക്കുമെന്ന് തീർച്ചു പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, ഇനി ഞാൻ യാക്കോബക്കാരായിരിക്കുന്ന എൻ്റെ വീട്ടിലും പിള്ളേരെയും കൊണ്ട് പോകത്തില്ല. ഞാൻ ആശ്രമത്തിൽ, ഞങ്ങളുടെ അടുത്ത് തന്നെ മാങ്ങാനം ആശ്രമം ഞങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ട്, അവിടെ പോകുമെന്ന് പറഞ്ഞിങ്ങനെ തീരുമാനിച്ച് കിടന്നിറങ്ങി. രാവിലെ 5:30 ആയപ്പോഴത്തേക്കിന് അപ്പച്ചനെ പഠിപ്പിച്ച ഒരു സാറ്, ശമുവേൽ സാർ എന്ന് പറയും, പുള്ളിക്ക് ഒരു ദർശനമുണ്ടായിട്ട് പുള്ളി ഞങ്ങളുടെ അവിടേക്ക് വരുന്നു. ആ 5:30 ആയപ്പോൾ അമ്മ കാണുകയാണ്, വിശുദ്ധിയെ തികച്ച് നാം ഒരുങ്ങി നിൽക്കുക, പ്രിയൻ വരുവതിന് താമസമേറെ ഇല്ല എന്നും പറഞ്ഞ് മേലിൽ നിന്നൊരാള്, ശുഭ്രവസ്ത്രധാരിയായ ഒരാള് താഴോട്ട് വന്നിരിക്കുന്നതായിട്ട്. അപ്പം അമ്മ പറഞ്ഞു, നോക്കിയപ്പോഴത്തേക്കിന് കാലിന് ഇച്ചിരി സ്വാധീനക്കുറവുണ്ട്. അപ്പം കർത്താവിന് ഗുണമില്ലാത്ത ആളാണല്ലോ, ഇതെന്തോ ഇങ്ങനെ കാണുന്നെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ആ സാറിന് ഞങ്ങളുടെ അവിടുന്ന് പുള്ളി ഒരു 4-5 മൈൽ ദൂരമാണ് പുള്ളി താമസിക്കുന്നത്. ആ സാറിനൊരു ദർശനമുണ്ടായിട്ട് സാറ് ഞങ്ങളുടെ വീട്ടിൽ വന്നു. അപ്പൊ അപ്പച്ചനെ പഠിപ്പിച്ച സാറും കൂടെ ആയപ്പോഴത്തേക്കും വചനത്തിൽ നിന്നെല്ലാം പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞപ്പം അപ്പച്ചന് സംശയമായി, ഇത് സത്യമാണോ? എല്ലാത്തിനും ക്വസ്റ്റ്യനാ. തങ്കമ്മ പറയുന്ന ദൈവം ജീവനുള്ള ദൈവമെങ്കിൽ അങ്ങനെ പല കാരണങ്ങൾ പലതും പറഞ്ഞ് അതെല്ലാം അതുപോലെ സംഭവിച്ചു. അപ്പൊ ഇതിനകത്ത് എന്തെയോ കാര്യമുണ്ടല്ലോ എന്നറിഞ്ഞ് അങ്ങനെ രക്ഷിക്കപ്പെടുവാനും 2 പേരും ഒന്നിച്ച് സ്നാനപ്പെടുവാനും ഇടയായി. അപ്പച്ചൻ്റെ മൂത്ത പെങ്ങള് രക്ഷിക്കപ്പെട്ട് അവര് ബ്രദറൻ ചർച്ചിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അവരും ഞങ്ങളുടെ വീടുകളെല്ലാം അടുത്തടുത്ത് തന്നെയാണ് ഉള്ളത്. അപ്പം അപ്പച്ചൻ്റെ മൂത്ത അളിയൻ പറഞ്ഞു, ഒരു കുടുംബത്തിൽ തന്നെ എത്ര സഭയാ എന്നും പറഞ്ഞ് ബ്രദറിലോട്ട് കൊണ്ടുപോയി. അപ്പം ബ്രദറിൽ അവിടെ ചെന്ന് ഞാൻ രക്ഷിക്കപ്പെട്ടതും സ്നാനപ്പെട്ടതും എല്ലാം ബ്രദറിൽ വെച്ച. അങ്ങനെ ബ്രദറിൽ ഞങ്ങൾ കൂടിക്കൊണ്ടിരുന്നപ്പോൾ ആ നാളുകളിലൊക്കെ ഞങ്ങൾക്ക് സൺഡേ സ്കൂൾ തരാനായിട്ട് ഞങ്ങളുടെ അവിടെ തന്നെ വരുമായിരുന്നു. അപ്പച്ചൻ്റെ പെങ്ങളുടെ വീട്ടിൽ വെച്ചാൽ ഞങ്ങൾക്ക് സൺഡേ സ്കൂളൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. കുറേ കഴിഞ്ഞപ്പോഴത്തേക്കിന് പിന്നെ ഹോളിലോട്ടാക്കി. അപ്പം ഞാൻ അനിയത്തിമാരെയും കൊണ്ട് ഞങ്ങൾ 8 പേരാണ്, 7 സഹോദരിമാരും എൻ്റെ മൂത്ത ആങ്ങളെ. അങ്ങനെ അപ്പം അനിയത്തിമാരെ കൊണ്ട് ഞാൻ 3-4 മൈൽ ദൂരമുള്ള ഇവിടെ സൺഡേ സ്കൂളിന് പോകുമായിരുന്നു. ചില സമയങ്ങളിലൊക്കെ അവിടെ അടുത്തുള്ള വീടുകളിൽ അവരെ വിളിച്ചുകൊണ്ട് പോകും, അല്ലെങ്കിൽ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വരും. അപ്പം വീട്ടിൽ വരുമ്പോഴത്തേക്കിന് തിരിച്ചു പോകാൻ നേരത്തെ അപ്പച്ചനൊക്കെ ചർച്ചിലോട്ട് പോകാൻ നേരത്തെ പറയും, വേദോത്സവം വായിച്ച് പ്രാർത്ഥിച്ചോണം, നിങ്ങൾ ഇവിടെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയും വേദോത്സവം വായിക്കുകയും ചെയ്യും. ആ സമയത്തൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, അവർ വരുമ്പോഴത്തേക്കിന് ഞങ്ങളുടെ വീട് ഇച്ചിരി പൊക്കത്തിലുവാ, തീ കത്തിക്കുക എന്നുള്ള ആ പാട്ടൊക്കെ പാടി ഇരിക്കുന്നതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് ഇപ്പോഴും. അങ്ങനെ അപ്പച്ചൻ അവിടെ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. ആ നാളുകളിൽ അവിടെ കൂടി ഏകദേശം കുറെ വർഷത്തോളം 10-14 വർഷത്തോളം അവിടെ കൂടി. അവിടെ ഇങ്ങനെ കൂടിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കിന് ആ സമയത്ത് 10-14 വർഷത്തോളം കൂടിയെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കിന്
ഞാൻ കോളേജ് മൗണ്ട് കാർമൽ കഞ്ഞിക്കുഴിയിലാണ് പഠിച്ചത്. അപ്പൊ ആ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പച്ചന്റെ ഒരു കസിന്റെ വീട്ടില് ഞങ്ങളിങ്ങനെ പൊതി ഉണ്ടാകാൻ ചെല്ലുമ്പോൾ അവിടെ ഒരു ഉപദേശിയും പെങ്ങന്മാരും ഒക്കെ അവിടെ വരുന്നത് ഞാനുണ്ട്. അന്നേരം അവിടെ നടക്കുന്ന അത്ഭുത പ്രവൃത്തികളെ കുറിച്ചൊക്കെ ഞങ്ങൾ കേട്ടു. അപ്പോൾ ഒരിക്കൽ ഞങ്ങൾ അങ്ങോട്ട് വരാൻ പറഞ്ഞപ്പോൾ ഞാനും അമ്മയും കൂടെ ഒരു ദിവസം അവിടെ പോയി. അവിടെ പോയപ്പോഴത്തേക്കിന് അത് ഒരു പെന്തക്കോസ്ത് കൂട്ടം തന്നെയാ, പക്ഷെങ്കിൽ അവർ സ്വതന്ത്രമായിട്ട് നിൽക്കുന്നത്. അവിടെ നടക്കുന്ന അത്ഭുത പ്രവൃത്തികൾ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞങ്ങൾക്ക് റിയലി, ഞങ്ങളത് ഇങ്ങനത്തെ കുറിച്ച് കേട്ടിട്ടുമില്ല കണ്ടിട്ടുമില്ല. ഞങ്ങളുടെ സ്ഥലത്ത് ആക്ച്വലി അധികം ബന്ധുക്കോസുകാരും ഇല്ല, ബ്രദറുകാരും ഇല്ല. ഞങ്ങൾ രണ്ടും വീട്ടുകാരേ ഉള്ളൂ ബ്രദറുകാരായിട്ട്. പിന്നെ ഒരു വീട് ഞങ്ങളുടെ ഏരിയയിലായിട്ട്, പിന്നെ ഓപ്പോസിറ്റ് ഏരിയയിൽ കുറച്ച് ഒരു ബന്ധുക്കോസുകാരുണ്ട്. അവിടോട്ടൊന്നും ഞങ്ങൾ അങ്ങനെ പോകാറുമില്ല. അപ്പൊ അങ്ങനെ ഈ അവിടെ വെച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കിന് പിന്നെ ഈ ഇവിടെ മീറ്റിങ്ങിന് പോയി കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ നടക്കുന്ന അത്ഭുതങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞങ്ങൾക്ക് തന്നെ അതിശയമായി, ഇങ്ങനെയൊക്കെ ദൈവം പ്രവർത്തിക്കും. അപ്പൊ ഞങ്ങൾ പല കാര്യങ്ങളും ദൈവാത്മാവ് നേരത്തെ അറിയിക്കും. അത് അറിയിക്കുന്നതനുസരിച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ച് ആ വിഷയങ്ങൾ വരുമ്പോൾ അതിന് വിടുതൽ ലഭിക്കും. അത് തന്നെയല്ല, എൻ്റെ അപ്പച്ചനും അങ്ങനെ അത് കഴിഞ്ഞിട്ട് അപ്പച്ചനും എൻ്റെ ആങ്ങളെയൊക്കെ അന്നേരം ഒത്തിരി ആത്മീയത്തെ വലിയ താല്പര്യമില്ലാത്ത, പെന്തക്കോസ്തിലൊന്നും ഒട്ടും താല്പര്യമില്ലാത്ത സമയം. പക്ഷെങ്കിൽ ഇവിടെ പോയി ഓരോ അനുഭവങ്ങൾ കണ്ടു കഴിഞ്ഞു. മരിച്ച ഒരു സഹോദരി ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു അമ്മ, പുള്ളിക്കാരത്തിന്റെ വീട്ടിൽ നിന്ന് ഭയങ്കര എതിരായിരുന്നു. ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന അമ്മ അവിടെ പ്രാർത്ഥനയ്ക്ക് വരുമായിരുന്നു. ഒരു സമയത്ത് ആ ദേവദാസിയുടെ ആ ഹോളിലിരുന്നുകൊണ്ട് തൻ്റെ ജീവൻ പോയി. അപ്പൊ ആ പുള്ളിക്ക് അമ്മ പറയുന്നത്, അമ്മ അങ്ങനെ ഇരുന്നോണ്ടിരിക്കുമ്പോഴത്തേക്കിന് ഇങ്ങനെ രണ്ട് കാറ്റ് ഫാൻ കറങ്ങുന്നത് പോലെ ഇങ്ങനെ രണ്ട് വീശുന്ന ഏതാണ്ട് വന്നിട്ട് പുള്ളിക്കാരത്തിയുടെ ആത്മാവിനെ അങ്ങ് കൊണ്ടുപോയി. അവിടെ ചെന്ന് ഓരോ സ്ഥലം കഴിയും തോറും നല്ല പൂക്കളും നല്ല കളറും ഒക്കെ ആയി. അന്നേരം ദേവദാസൻ ഇങ്ങനെ മേശയിലോട്ട് എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് കരയുന്ന സമയത്ത് ജീവൻ മടങ്ങി വന്നെന്ന്. കാരണം അവരുടെ വീട്ടുകാരെല്ലാം ഭയങ്കര എതിരായിരുന്നു. അന്ന് ആ ഹോളിൽ വെച്ച് അത് അമ്മ മരിച്ചു പോയിരുന്നെങ്കിൽ അവിടെ ഭയങ്കര ബഹളം ഉണ്ടായേനെ. അങ്ങനെ ജീവൻ. പിന്നെ ഞാൻ എൻ്റെ കണ്ണിന് കണ്ടത് ഒരു വലിയകാരത്തി ഞങ്ങളുടെ അടുത്ത് തന്നെ ഉള്ളതാണ്. അവരിപ്പോഴും അവരുടെ വീട്ടുകാരൊക്കെ എപ്പോഴും സമുദായത്തിൽ തന്നെയാ. പക്ഷെങ്കിൽ രോഗസൗഖ്യത്തിന് വേണ്ടി വന്ന് പ്രാർത്ഥിച്ചു അവർക്ക് സൗഖ്യം കിട്ടുന്നത് ഞാൻ കണ്ടതാ. അവരുടെ മകന്റെ ഒരു കൊച്ചു മരിച്ചു പോയപ്പോ കല്ലറയിൽ പോയി കിടന്ന് പ്രാർത്ഥിച്ചപ്പോ അന്ന് തുടങ്ങിയ വലിവായിരുന്നു അത്. ഞാൻ അവിടെ ഉള്ളപ്പോഴാണ് ആ ഭൂതത്തെ ഇറക്കി വിട്ട് പുള്ളിക്കാർത്തിക്ക് സൗഖ്യമായത്. അങ്ങനെ ഞങ്ങൾ പെന്തക്കോസ്തുകാരായി. എൻ്റെ അപ്പച്ചന് ഈ അവിടെ ഒരു കൺവെൻഷൻ തച്ചകുന്നെന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കൺവെൻഷൻ നടക്കുമ്പോൾ അവിടുത്തെ ബ്രദറൻ ചർച്ചിൽ ഞങ്ങൾ ഒരിക്കൽ മീറ്റിങ്ങിന് ചെന്നപ്പോൾ അവർ പറയുന്നത് ചുവന്ന ഭയങ്കര തമ്പേറടിയും ബഹളമാണ് പെന്തക്കോസ്തുകാരെന്ന്. അതുപോലെ എൻ്റെ വീട്ടിലും ഒരിക്കൽ അപ്പച്ചൻ പറഞ്ഞു അവിടെ ഭയങ്കര ബഹളമാണെന്ന് എല്ലാവരും പറയുന്നത്. ഞാൻ അന്നേരം അപ്പച്ചനോട് പറഞ്ഞു, അപ്പച്ച നമുക്കറിയാൻ മേലാത്ത കാര്യങ്ങൾ നമ്മളെന്തിനാ പറയുന്നത്. ഉടനെ അപ്പച്ചൻ അവിടെ നിന്നുകൊണ്ട് തന്നെ ദൈവമേ ഞാൻ അറിയാതെ പറഞ്ഞു പോയത് എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പച്ചൻ വളരെ നാളുകൾ ആത്മാവിന് വേണ്ടി ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു ഉപവസിച്ചു. ആഴ്ചയിൽ 3 ദിവസം ഉപവാസമായിരുന്നു. എന്നിട്ട് വൈകിട്ട് 8 മണി വരെ 8 മണിയായിട്ട് കഴിക്കത്തുള്ളൂ. ഒന്ന് മക്കൾക്ക് വേണ്ടി, ഒന്ന് സഭയിലുള്ള എല്ലാവരുടെയും വിഷയങ്ങള്, പിന്നെ ഒന്ന് പൊതുവായിട്ടുള്ള എല്ലാ വിഷയങ്ങളും. സഭയെന്ന് പറഞ്ഞാൽ ചെറിയ കൂട്ടമാണ്, പക്ഷെങ്കിൽ ഒത്തിരി പേരിങ്ങനെ വന്നും പോയി രോഗസൗഖ്യം ഭാവിച്ച് പല സ്ഥലങ്ങളിൽ നിന്ന് വന്നു പോകുമായിരുന്നു. പക്ഷെങ്കിൽ ഇങ്ങനെ ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോ ഒരു ദിവസം ഞങ്ങളുടെ വീട്ടില് ഉപവാസം വെച്ചപ്പോഴത്തേക്കിന് ദൈവാത്മാവ് അപ്പച്ചനോട് സംസാരിച്ചു, മകനെ നീ വിഷമിക്കേണ്ട, നിന്നെ എൻ്റെ ആത്മാവിനാൽ നിറച്ചല്ലാതെ ഈ ലോകത്തിൽ നിന്ന് ഞാൻ എടുക്കത്തില്ല. അങ്ങനെ അതൊരു ഒക്ടോബറിലായിരുന്നു, 88 ഒക്ടോബറില്. 89 ജനുവരിയില് ഡിസംബർ 19-ാം തീയതി അപ്പച്ചൻ അഭിഷേകം പ്രാപിച്ചു. അന്ന് ദൈവാത്മാവ് പിന്നെ പറഞ്ഞു, പിന്നെ മകനെ നീ എന്നെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ജനത്തിന്റെ മധ്യത്തിൽ നീ എന്നോട് ചേരും.
സമയം ചോദിക്കരുത്. നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ കുഞ്ഞുങ്ങളെയും ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. പിന്നെ ഇനിയുള്ള ചുരുങ്ങിയ സമയങ്ങൾ എൻ്റെ സാക്ഷിയാകാൻ. അപ്പം പിന്നെ അപ്പച്ചൻ ഞങ്ങളുടെ വീടുകളിലുള്ള എല്ലാവരോടും കൊച്ചു പിള്ളേരോട് വരെ അപ്പച്ചൻ ഇനിയും കാണത്തില്ല, നിങ്ങൾ കർത്താവിന് വേണ്ടി ജീവിക്കണമെന്ന് പറഞ്ഞു. അപ്പച്ചൻ പോകുന്നിടത്തെല്ലാം ഇത് പറഞ്ഞു. അന്ന് 2 ചർച്ചുകാർ കൂടിയുള്ള ഒരു മീറ്റിംഗ് ആയിരുന്നു. ഒരു ചർച്ച് പുതിയതായിട്ട് തുടങ്ങിയത്. അപ്പം പിന്നെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഒരു പാസ്റ്റർ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പച്ചനും അമ്മയും ആ പാസ്റ്ററും കൂടെ പൂവന്തൂരത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ആ മീറ്റിങ്ങിന് പോയി. അവിടെ ചെന്ന് എല്ലാവർക്കും സാക്ഷ്യം പറയാൻ സമയമില്ലാത്തത് കൊണ്ട് ഒരു ഫാമിലിയിലുള്ള എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം, അതിനകത്ത് ഒരാൾ സാക്ഷ്യം പറയും. അങ്ങനെ അപ്പച്ചനും അമ്മയും എഴുന്നേറ്റ് നിന്നു. അപ്പച്ചൻ ചുരുക്കമായിട്ട് ദൈവം നടത്തിയതെല്ലാം ചെറുപ്പം തൊട്ടുള്ളത് ചുരുക്കമായിട്ടെല്ലാം പറഞ്ഞു. ഇപ്പം കർത്താവിനെ വിളിച്ചാലും ഞാൻ പോകാൻ ഒരുക്കാമെന്നും പറഞ്ഞു അവിടെ ഇരിക്കുകയും സൈഡിലോട്ട് ചെരിഞ്ഞ് ദൈവസന്നിധി ചേർക്കപ്പെടുകയും ചെയ്തു. അപ്പച്ചന്റെ ബോഡി തിരുവല്ലയിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞപ്പോഴത്തെ തിരിച്ചു വരുമ്പം അവരെല്ലാരും വന്ന വഴിക്ക് അവിടെ ഒരു ഹോട്ടലിൽ, പുതുപ്പള്ളി പള്ളിയുടെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ കയറി കഴിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇന്നലെ വൈകിട്ടും എന്നിട്ട് ഞങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞിച്ചു പോയതാ എന്ന്. അപ്പം നാട്ടിൽ തന്നെ ഒരു ഇതായിരുന്നു, ഇതങ്ങനെ ഇങ്ങനെ സംഭവിക്കുമെന്ന്. അങ്ങനെ ഞങ്ങള് ബന്ധുക്കോസുകാരായി. ഞാനാണെങ്കിൽ അപ്പച്ചനും അമ്മയും വിശ്വാസത്തിലായ പിന്നെ ഉണ്ടായ മകളാണ്. ഞാനും ചെറുപ്പം മുതലേ ഒരു ദൈവവേദലായിട്ട് ജീവിച്ചു. ഞങ്ങളുടെ വീട്ടിലെ ചെറുപ്പം തൊട്ടേ സന്ധ്യ ആകുമ്പോഴേ ഇരുട്ട് വരുമ്പോഴേ വീട്ടിലുള്ള ആരെല്ലാം ഉണ്ടോ അവരെല്ലാരും അന്നേരം ഇരുന്ന് പാട്ട് പാടിക്കണം. അത് കഴിഞ്ഞിട്ട് ബാക്കി ചിലപ്പോൾ അപ്പച്ചൻ ലേറ്റായിട്ടാ വരുന്നെങ്കിൽ അപ്പച്ചനും അന്നേരം ജോയിൻ ചെയ്യും. അങ്ങനെ അന്ന് പലരും പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ വീട്ടില് പഠിക്കാൻ നിന്നുകൊണ്ട് അവര് പാട്ട് പാടുന്നത് കേൾക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങള് ദൈവകൃപയെ തന്നെ വളർത്തി. ഞാനൊരു പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ നഴ്സിങ്ങിന് പോയി. അത് പക്ഷെങ്കില് ഞാനുണ്ടായൊക്കെ കഴിഞ്ഞ് ഈ വിശ്വാസത്തിലായി കഴിഞ്ഞപ്പോൾ തൊട്ട് ഞങ്ങൾക്ക് സാമ്പത്തികം നഷ്ടപ്പെട്ടു തുടങ്ങി. ഒറ്റയടിക്കല്ല, കുറച്ച് കുറഞ്ഞ്. അപ്പം വീട്ടില് അമ്മയുടെ 25 പവൻ സ്വർണം, മൂത്ത സഹോദരങ്ങൾക്കുണ്ടായിരുന്ന 2 27 പവൻ സ്വർണം, ചെമ്പ്, വാർപ്പ, ഇരുമ്പ്, എല്ലാം അങ്ങനെ വീട്ടിലുള്ള സാധനങ്ങളെല്ലാം വിറ്റു. പിന്നെ 3-4 സ്ഥലത്തെ വസ്തു വിറ്റു. പിന്നെ ബാക്കി 2 വസ്തുവിനേ ഉള്ളു, ഞങ്ങള് താമസിക്കുന്ന വേറെ. അങ്ങനെ എല്ലാം കൊണ്ട് ബുദ്ധിമുട്ടായി. അപ്പം ബുദ്ധിമുട്ടായി ഞങ്ങള് പെൺപിള്ളേരെല്ലാരും വളർന്നും വരുന്നു. ആ സമയത്ത് പിന്നെ മൂത്ത ആങ്ങളയ്ക്ക് ഗൾഫിൽ പോകാനുള്ള വഴി കിട്ടി. ഞാൻ നഴ്സിങ്ങിന് പോയി. അങ്ങനെ ഞങ്ങളുടെ എല്ലാവരുടെയും ഭാവി കാര്യങ്ങളും ദൈവം ക്രമീകരിച്ചു തന്നു. അപ്പച്ചൻ പറഞ്ഞു, ഞാൻ ഒരിടത്തും ആകെ ഒരൊറ്റ കല്യാണം അപ്പച്ചൻ പോയി അങ്ങോട്ട് ആലോചിച്ചിട്ടുള്ളൂ, എല്ലാം ഇങ്ങോട്ട് വന്ന് ആലോചിച്ച. അപ്പച്ചൻ ഒരിക്കലും പോകത്തില്ലെന്ന് പറഞ്ഞു. അപ്പച്ചൻ ഉപവസിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ദൈവം വഴിതൊരുക്കി. ഞങ്ങളെ എല്ലാവർക്കും വേണ്ടി ദൈവം വഴിതൊരുക്കി. ദൈവം ഞങ്ങളെ മാനിച്ചെന്ന് പറഞ്ഞാൽ മതി. കാരണം എന്താന്ന് വെച്ചാൽ അപ്പച്ചൻ മരിച്ച സമയത്ത് ഞങ്ങളുടെ അയൽവക്കത്തുള്ള ഒരു സ്ത്രീ എന്റെ മുന്നേ വെച്ച് പറയുന്നത് ഞാൻ കേട്ടതാ. അവരെല്ലാത്തിനും ദൈവത്തിൽ ആശ്രയിച്ചു, ദൈവം അവരെ നടത്തി എന്ന്. അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് ദൈവം ഞങ്ങളെ നടത്തി. ഞങ്ങളുടെ കുടുംബത്തിൽ ഇന്നും ഒത്തിരിയും പേര്, വളരെ ചുരുക്കം ആൾക്കാരെ ഉള്ളൂ അവിടെ ഇവിടെ ആയിട്ട് വിശ്വാസത്തിലായിട്ടുള്ളത്. 2 കുടുംബത്തിൽ, അമ്മയുടെ ഒരാങ്ങളെയും കുടുംബവും വിശ്വാസത്തിലായി. അല്ലാതെ ബാക്കി എല്ലാവരും യാക്കോബായി തന്നെ. ഞാനിങ്ങനെ ബോംബെയിൽ നഴ്സിങ്ങിന് പോയി. ഞാൻ ജഡ്ജ് ഹോസ്പിറ്റലിലാണ് പഠിച്ചത്. അവിടെ പിന്നെ സൺഡേയിൽ ആരാധനയ്ക്ക് പോകാൻ എനിക്ക് സാധിച്ചിട്ടുള്ളായിരുന്നു. പക്ഷെ ഞാൻ അറിഞ്ഞ സത്യത്തിൽ ദൈവത്തെ അനുസരിച്ച് എന്നാലാകോളം ചെയ്തു ജീവിച്ചു. ദൈവം നടത്തിയെന്നല്ലാതെ എനിക്കൊന്നും എൻ്റെ മിടുക്കല്ല, എൻ്റെ സാമർഥ്യമല്ല, ദൈവം എന്നെ നടത്തി. പിന്നെ 1980 ഞാൻ യമനിൽ 2 വർഷം ഉണ്ടായിരുന്നു. 82 ആയപ്പം എൻ്റെ വിവാഹം നടന്നു. എൻ്റെ ഹസ്ബൻഡ് എന്ന ദുബൈയിലാണ്. ഞാൻ പിന്നെ കുമ്മനാട്ടാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്.
പൂമ്പനാട്ട് ഹസ്ബൻഡിന് ബാങ്കിലായിരുന്നു ജോലി. അപ്പൊ എനിക്ക് വാസ്തവത്തിൽ നാട്ടിലുള്ളതോ അമേരിക്കയിലുള്ളതോ ആയിരുന്നു. ഗൾഫിലെ ബാങ്ക് ജോലിയൊന്നും എനിക്ക് വലിയ താല്പര്യമല്ലായിരുന്നു. പക്ഷെ ദൈവഹിതമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അതിന് ഞാൻ സമ്മതിച്ചു. ഞങ്ങളുടേതായ നിർബന്ധം ഞങ്ങൾ ആരും എടുത്തിട്ടില്ല. എല്ലാം ദൈവഹിതമാണെന്ന് മനസ്സിലായാൽ എല്ലാവരും തന്നെ അതിനെ സമ്മതിച്ചു. ദൈവം ഞങ്ങളെ ഇന്ന് വരെ ശ്രേഷ്ഠകരമായ എല്ലാവരെയും നടത്തി. ഞാൻ 82 കല്യാണം കഴിഞ്ഞു. 85 എൻ്റെ മൂത്ത മോളുണ്ടായി കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് പീരീഡ്സ് ഇച്ചിരി ഹെവി ആയി തുടങ്ങി. ഓരോ പ്രാവശ്യവും ഇങ്ങനെ കൂടി വന്നു. ഹീമോഗ്ലോബിൻ അങ്ങ് തീരെ കുറഞ്ഞു. രണ്ടാമത്തെ മോളോട് ആയപ്പോഴത്തേക്കിന് പിന്നെ എന്നെ കണ്ടാൽ എനിക്ക് തന്നെ അറിയാം ഹീമോഗ്ലോബിൻ 4 കുറഞ്ഞെന്ന്. പക്ഷെങ്കിൽ ഞാൻ അവിടെ ദുബൈയില് ഫ്രീ ആയിട്ട് ഞങ്ങൾക്ക് റാഷിദ് ഹോസ്പിറ്റലൊക്കെ പോയി ട്രീറ്റ്മെന്റ് എടുക്കാമായിരുന്നു. അതുപോലെ ഹസ്ബൻഡിന് അവരുടെ ബാങ്കിന്റെ ഇൻഷുറൻസ് ഉണ്ടായിരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് അൽസാറ ഹോസ്പിറ്റലൊക്കെ പോയി ചെയ്യാമായിരുന്നു. പക്ഷെ എനിക്ക് ദൈവം ഒരു ധൈര്യം തന്നു. ഒരിടത്തും പോകണ്ട. കാരണം ഒന്നാമത് ഈ ഹോസ്പിറ്റലിൽ പോയാൽ ഓരോ പ്രാവശ്യം വേറെ ഡോക്ടേഴ്സാണ് റാഷിദ് ഹോസ്പിറ്റലിൽ. മറ്റേതെന്നാ പറഞ്ഞാൽ ഞങ്ങൾ ദുബൈ താമസിക്കുന്നു, ഷാർജ വരെ പോകണം. എനിക്ക് ധൈര്യം തന്നു, പോകണ്ട, മരുന്നെടുക്കണ്ട. ഞാനൊന്നും എടുത്തില്ല. ദൈവം എന്നെ നടത്തി. വാസ്തവത്തിൽ ആ സമയത്ത് ഞാനൊരു ക്ലിനിക്കിലാണ് ജോലി ചെയ്യുന്നത്. അപ്പം ക്ലിനിക്കിലായിട്ട് ഒരു ക്രോസ് ചെയ്ത് ഒരു 15 മിനിറ്റ് നടന്നാൽ മതി. പക്ഷെങ്കിൽ നമ്മൾ 2-3 ഹെവി ട്രാഫിക് ഉള്ള റോഡ് ഞാൻ ക്രോസ് ചെയ്തിട്ട് വേണം പോകാൻ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ഞാൻ പറയും, കർത്താവ് ഞാൻ വഴി വീഴല്ലേ. കാരണം എന്താന്ന് വെച്ചാൽ ഇങ്ങനെ ഇട്ട് അടിക്കും, പാൽപിറ്റേഷനാ. അപ്പം പെട്ടെന്ന് ഹെവി ഇത് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ക്രോസ് ചെയ്തില്ലെങ്കിൽ വണ്ടി ഇടിക്കാനും ചാൻസ് ഉണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കും. ദൈവം അവരെയൊക്കെ എന്നെ സൂക്ഷിച്ചു. അവിടെ ജോലി ചെയ്തിരിക്കുമ്പോ എന്റെ കൂടെ ജോലി ചെയ്യുന്ന ഡോക്ടർ എന്നോട് പറയുമായിരുന്നു, നിന്നെ ഞാൻ കൊണ്ടുപോകാം, നീ നിന്റെ ഇവിടെ ഒരു ഡോക്ടറുണ്ട്, എന്റെ ഫ്രണ്ടാണ്. ഞാൻ എനിക്ക് ഒരിടത്തും പോകണ്ട, ഞാനൊക്കെ. ദൈവം എന്നെ നടത്തി. അങ്ങനെ ഞങ്ങൾ 94 എനിക്ക് ഇച്ചിരി ഞാനൊരു കർത്തദാസന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കുറഞ്ഞെങ്കിലും കംപ്ലീറ്റ് അങ്ങോട്ട് മാറിയിട്ടില്ലായിരുന്നു. ഒരു 99 ഞാൻ അമേരിക്കയിൽ വരുമ്പോഴത്തേക്കിന് എൻ്റെ ഹീമോഗ്ലോബിൻ 7 ആയി. അവിടെ വന്നു ഹീമോഗ്ലോബിൻ 7 എന്നാലും ഹാർഡായിരുന്നു ഇച്ചിരിയുടെയൊക്കെ. ജോലിയൊക്കെ ചെയ്യാനൊക്കെ പ്രയാസമായിരുന്നു. എനിവേ അങ്ങനെ നടന്നു. 2002 ഞാൻ RN എക്സാം പാസ്സായത്. അതിനെന്നെ സഹായിച്ചത് ബോംബെയിലുള്ള എൻ്റെ ഒരു ഫ്രണ്ടാണ്. ഒത്തിരി പ്രാവശ്യം ഓരോ പേപ്പർ വരുമ്പോഴും ഒരു പേപ്പർ അയക്കുമ്പോൾ വേറൊരു പേപ്പർ വേണമെന്ന് പറയും. അങ്ങനെ പല പ്രാവശ്യം പേപ്പർ അയച്ച് അവളെ വാസ്തവത്തിൽ എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു. ഓരോ പ്രാവശ്യം അവിടെ നഴ്സിംഗ് കൗൺസിലിൽ പോയി പേപ്പർ ശരിയാക്കി കൊണ്ടു തന്നു. അങ്ങനെ 2002 പാസ്സായി. 2003 ഞങ്ങൾ ഇവിടെ ഈ വീട് മേടിച്ച് ചർച്ചയായിട്ട് ഇവിടെ പ്രാർത്ഥന നടത്തിയിട്ട് ഞങ്ങൾ ഒക്ടോബർ 26 ഇവിടെ 2003 ഒക്ടോബർ 26 ഇവിടെ കയറി താമസിച്ചു. അപ്പം എനിക്ക് നവംബർ 18 3 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കിന് എനിക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഡയഗ്നോസ് ചെയ്തു. അപ്പോൾ അതിന് മുമ്പ് 1-2 ചെക്ക് ബയോപ്സി ചെയ്തതാ. പക്ഷെങ്കിൽ എന്നെ ബയോപ്സി ചെയ്ത ഡോക്ടർ പറഞ്ഞു എനിക്കൊന്നുകൂടി ചെയ്യണം, എനിക്കൊരു ഡൗട്ട് ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ റിസൾട്ട് പോകാനായിട്ട് ഞങ്ങളുടെ ചർച്ചിന്റെ ഉപവാസ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ അവധി എടുത്തേക്കുവാ, ഹസ്ബൻഡും അവധി എടുത്തേക്കുവാ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോകാനായിട്ട്. അപ്പം അപ്പോയിന്റ്മെന്റ് ഉള്ള ദിവസം നേരത്തെ പോയി. കാരണം നേരത്തെ എങ്ങാനും അവരെടുക്കുകയാണെങ്കിൽ എടുക്കട്ടെ എന്നങ്ങോട്ട് അവിടെ പോയിരുന്ന് 1 മണിക്കൂർ ഇരുന്നിട്ട് അവര് നമ്മളെ എടുക്കുന്നില്ല. അപ്പൊ ഞാൻ പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞ് 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോ ഞാൻ വിളിച്ചു ചോദിച്ചു എന്ത് പറ്റി. എനിക്ക് ഇന്ന ടൈമിൽ അപ്പോയിന്റ്മെന്റ് ആയിരുന്നല്ലോ. അപ്പം പറഞ്ഞു അവരകത്ത് കയറ്റിയിരുന്നിട്ടും ഈ ഡോക്ടറും വരുന്നുമില്ല, അവരിങ്ങനെ റൗണ്ട്സ് എടുത്തോണ്ടിരിക്കുക. ഇപ്പൊ എനിക്കൊരു ഹാബിറ്റ് ഉണ്ട്, ഇങ്ങനെ എപ്പോഴും പാടിക്കൊണ്ടിരിക്കും. ഒരു ചെറിയ ഓർത്ത് പാടുന്നതല്ല, ഓരോ ചിലപ്പോ ഒരു സ്റ്റാൻസ് ആയാലും ഒരു പാട്ടിന്റെ ഒരു സ്റ്റാൻസ് ആയിരിക്കും, ചിലപ്പോ പിന്നെ അടുത്ത സ്റ്റാൻസ് ആയിരിക്കും വേറൊരു പാട്ടായിരിക്കും. അങ്ങനെ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും. അപ്പൊ ഞാൻ വെളിയിലിരുന്നപ്പോഴും ഇങ്ങനെ പാടിക്കൊണ്ടിരുന്നു, അകത്തിരുന്നപ്പോഴും ഇങ്ങനെ പാടിക്കൊണ്ടിരുന്നു. കുറേ കഴിഞ്ഞപ്പോഴത്തേക്കിന് ഡോക്ടർ വന്നു. അപ്പം ഡോക്ടർ അത്രയും താമസിച്ചതിന്റെ കാര്യം എന്ന് പറഞ്ഞാല് എന്നോട് ഇത് ക്യാൻസർ ആണെന്ന് പറയാനായിട്ട്
അതിനു വേണ്ടി ടൈം വേണം. അതുകൊണ്ടാണ് പുള്ളി ഇങ്ങനെ. ഞാൻ ഇവിടെ വന്ന് എന്നോട് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞ് ചെന്നൈയിൽ ഒരു ഭാവഭേദവും കാണാഞ്ഞപ്പോഴത്തേക്ക് എന്നോട് ചോദിച്ചു, നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലാവുന്നുണ്ടോ. ഓക്കെ, അപ്പം ഇന്നത് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനൊക്കെ ട്രീറ്റ്മെന്റ് എടുക്കാനായിട്ട് റെഡി ആയിട്ടോ ഓക്കെ എന്നൊക്കെ പറഞ്ഞു. ഞാൻ വെളിയിൽ വരുമ്പോഴത്തേക്കിന് ഒരു ഫയലും ഒക്കെ ആയിട്ട് അവരെന്നെ തന്നു വിടുന്നു, ഒരു നീല ഫയല്. ഞാൻ അതുമായിട്ട് വിളിച്ചു വരുമ്പോഴത്തേക്കിന് ഹസ്ബൻഡ് വെളിയിൽ ഇരുന്നോണ്ട് ഇങ്ങനെ നോക്കുന്നു. ഞാൻ ചോദിച്ചു എന്നാ പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഞാൻ പറയാന്ന്. ഇല്ല പറ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ക്യാൻസർ ആണെന്ന് അവർ പറയുന്നത്. അപ്പം പുള്ളിയുടെ കണ്ണം നേരെ നിറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് വണ്ടിയിലോട്ട് പോകാമെന്ന് പറഞ്ഞു. ഞാൻ എന്നെ വണ്ടിയിലോട്ട് എന്ന് വെച്ച് പറഞ്ഞു, നമ്മളെ ദൈവത്തിന് വേണ്ടി നമ്മൾ സമർപ്പിച്ചതാണ്. ദൈവം അറിയാതെ നമ്മുടെ തലയിലെ തലമുടി ആരും ഒഴിയത്തില്ല. അതുകൊണ്ട് നമുക്ക് ദൈവസന്നിധി സമർപ്പിക്കാമെന്ന് പറഞ്ഞ് രണ്ടുപേരുടെ കൈ പിടിച്ച് വണ്ടിയിലിരുന്ന് പിന്നെയും ഞങ്ങളെ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചു. ദൈവം വളരെ അതിശയകരമായിട്ട് നടത്തി. അന്ന് സ്റ്റേജ് 0 ആയിരുന്നു. ലംബക്ടമി ചെയ്തു, റേഡിയേഷൻ തന്നു. 31 റേഡിയേഷൻ അന്ന് തന്നു. അത് കഴിഞ്ഞ് പിന്നെ ഓക്കെ ആയിരുന്നു. അപ്പൊ പിന്നെ ടെമോക്സിഫാൻ എന്ന് പറഞ്ഞ ടാബ്ലറ്റ് എടുക്കണമെന്ന് പറഞ്ഞു. അപ്പം എൻഡോമെട്രിക് ക്യാൻസറിന് ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ പറഞ്ഞു എനിക്കിപ്പം വേണ്ടാന്ന്. പിന്നെ 2006 ആയപ്പോഴത്തേക്കിന് എനിക്ക് എൻഡോമെട്രിക് ക്യാൻസർ ഓൾറെഡി വന്നു. അത് കഴിഞ്ഞ് അതിന് പിന്നെ ടോട്ടൽ ഹിസ്റ്റക്ടമി ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിന് പിന്നെ 2009 ആയപ്പം എനിക്ക് എൻ്റെ കാലയില് തള്ളവിരലിന്റെ അടിയിലായിട്ട് ഒരു കാലിയസ് വന്നു. അതേ കൂടെ എങ്ങനെയോ ഇൻഫെക്ഷനായി ഓസ്റ്റിയോമൈലൈറ്റിസ് വന്നു. അതും റിയലി ഹാർഡായിരുന്നു. കാരണം എന്താന്ന് വെച്ചാൽ ആന്റിബയോട്ടിക് തിന്നുമ്പോഴത്തേക്കിന് ഫുഡ് കാണുമ്പോൾ എനിക്ക് ഛർദ്ദിക്കാൻ വരും. അപ്പൊ എല്ലാരും വിചാരിച്ചു പിന്നെയും ക്യാൻസർ തിരിച്ചു വരിക എന്ന്. അതുപോലെ അതൊരു 45 days ആണ് തോന്നുന്നു ആന്റിബയോട്ടിക് ടാബ്ലറ്റ് എടുത്ത്. അങ്ങനെ അത് കഴിഞ്ഞ് 2012 15 എന്ന് 2 പ്രാവശ്യം ഇങ്ങനെ അവർക്ക് സംശയമുണ്ട് എന്നും പറഞ്ഞ് മാമോഗ്രാം ചെയ്തപ്പം പിന്നെ എല്ലാ വർഷവും മാമോഗ്രാം ആണല്ലോ. അങ്ങനെ ചെയ്തപ്പോഴത്തേക്കിന് പിന്നെ ബയോപ്സിയും ചെയ്തു കഴിഞ്ഞപ്പം പറഞ്ഞു ഇപ്പം കുഴപ്പമില്ല. 15 12 ഞാൻ എന്തോ സ്വപ്നം കണ്ടു ആ സമയത്ത് ഉണ്ടാകുന്നതിന് മുമ്പ്. 15 ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു വലിയ ഓസ്ട്രിച്ച് എന്റെ ബ്രദറും 2 പേരുടെ പുറകെ നിൽക്കുന്ന ഒരു ഓസ്ട്രിച്ച് വന്നിട്ട് എന്നെ കൊത്തിയിട്ട് എന്റെ ഉടുപ്പെ മാത്രം കൊത്തിയിട്ട് ഞാനതിനെ ഓടിച്ചു വിടുന്നതായിട്ട്. അതുപോലെ അങ്ങനെ അതും പോയി. 2018 ആയപ്പം ഞാൻ തലേദിവസം ഓഗസ്റ്റിലാന്ന് തോന്നുന്നു, ഞാൻ തലേദിവസം ഡോക്ടർ ഓഫീസിൽ എനിക്ക് റെഗുലർ ചെക്കപ്പ് ഉണ്ടായിരുന്നു. ഞാൻ പോയി. അപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിറ്റേ ദിവസം എനിക്കിപ്പോ എന്റെ ലെഫ്റ്റ് സൈഡിൽ എനിക്കൊരു ചെറിയ വേദന. അപ്പൊ അതെന്തോ നോക്കിയപ്പോ അവിടെ തൊട്ട് നോക്കിയപ്പോഴത്തേക്കിന് അവിടെ ഇച്ചിരി ബാജിങ് ഉണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ഉടനെ തന്നെ ഡോക്ടർക്ക് മെസ്സേജ് അയച്ചു. കാരണം എനിക്ക് ക്യാൻസർ ഹിസ്റ്ററി ഉള്ളതും ഞാനൊരു ക്യാൻസർ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്നതും കൊണ്ടോ ഞാൻ ഉടനെ ഡോക്ടർക്ക് മെസ്സേജ് അയപ്പം ഡോക്ടർ പിന്നെ അവരുടെ പെട്ടെന്ന് തന്നെ CT സ്കാൻ ചെയ്യാനായിട്ട് അവരുടെ ഇവിടുന്ന് കുറച്ച് ദൂരമുള്ള അവിടെ അന്ന് പെട്ടെന്ന് കിട്ടിയത്. അവിടെ പോയി CT സ്കാൻ ചെയ്തപ്പോഴത്തേക്കിന് ഉള്ള വൈറ്റൽ ഓർഗൻസിന്റെ അവിടെ ഉള്ള ലിംഫിനോടെല്ലാം ഇൻഫ്ലെയിംഡാണ്. അപ്പോഴത്തേക്കിന് ഇതെന്ന് പറഞ്ഞാൽ പ്ലിയോമോർഫിക് അഡിനോമ ആയിരുന്നു. പക്ഷെങ്കിൽ ഫോളിക്കുലർ ലിംഫോമ എന്നും പറഞ്ഞ ക്യാൻസർ ഡയഗ്നോസ് ചെയ്ത്. അതിന് മുമ്പായിട്ട് തന്നെ എനിക്ക് ക്യാൻസറിന്റെ സൈൻസ് ഉണ്ടായിരുന്നു. കാരണം രാത്രിയിലൊക്കെ ഭയങ്കരമായിട്ട് വേർക്കും. 2 മണിയൊക്കെ ആകുമ്പോൾ എന്റെ ഉടുപ്പൊക്കെ നനയുന്ന പോലെ വേർക്കുമായിരുന്നു, AC കിടന്നായിരുന്നു. അപ്പൊ പക്ഷെ ഞാനതൊന്നും കാര്യമാക്കിയില്ല. അന്നേരം ഡോക്ടർ പിന്നെ പറഞ്ഞു ഇതിന്റെ സർജറി ചെയ്ത് കഴിഞ്ഞ കുറെ കഴിഞ്ഞപ്പോഴത്തേക്കിന് പറഞ്ഞു ഓൺകോളജിസ്റ്റിനെ കാണും. ഓൺകോളജിസ്റ്റിനെ കണ്ടു. അവര് പോട്ടിട്ട് കീമോ എടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. അപ്പം ഡിസംബറിലായിരുന്നു ഓൺകോളജിസ്റ്റിനെ കണ്ടു. പിന്നെ പിറ്റേ ജൂലൈ വരെ ഞാൻ ഇങ്ങനെ കൊണ്ട് നടന്നു. ജൂലൈ ആയപ്പോഴത്തേക്കാണ് ഞങ്ങളുടെ ഹോസ്പിറ്റലിലെ ഓൺകോളജിസ്റ്റും അതിന് ഞാൻ ചെയ്യുന്നിടത്തെ ഡയറക്ടറും എൻ്റെ ടീമിലെ എല്ലാവരും കൂടെ പറഞ്ഞു നീ എന്താ ട്രീറ്റ്മെന്റ് എടുക്കാത്തെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു ഞാൻ സമ്മതിച്ചു. ഞാൻ പോയി 2 ടൈപ്പ് കീമോ എടുത്തു. അത് രണ്ടാം ക്വസ്റ്റ്യനും റിറ്റോക്സിമാബ് എന്ന് പറയുന്ന 2 ടൈപ്പ് കീമോ
6 സൈക്കിൾ എടുത്തു. 6 സൈക്കിൾ എടുത്തു കഴിഞ്ഞപ്പോഴത്തെ പറഞ്ഞു ഈ ലിംഫോമ കംപ്ലീറ്റ് ക്യൂറബിൾ അല്ല, അതുകൊണ്ട് അത് പിന്നെ മെയിൻ്റനൻസ് ഡോസ് എടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ മെയിൻ്റനൻസ് ഡോസ് എടുക്കാനായിട്ട് എവറി 2 months റിട്ടോക്സിമാബ് തന്നെ ഇങ്ങനെ എടുത്തുകൊണ്ടിരുന്നു. പിന്നെ ഒരു 2 ഡോസ് കൂടെ ബാക്കിയുള്ളപ്പോൾ ഞാൻ ഈ കോവിഡിന്റെ വാക്സിനേഷൻ എടുത്തു. കോവിഡിന്റെ വാക്സിനേഷൻ എടുത്തപ്പോഴത്തേക്കിന് പിന്നെ ബൂസ്റ്റർ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കിന് എൻ്റെ നേരത്തെ വന്ന ആ ബ്രസ്റ്റിന് തന്നെ റെഡ്നെസ് സ്വെല്ലിംഗ് ഒക്കെ. അപ്പത്തേന് പിന്നെ ഒരു കീമോ സജസ്റ്റ് ചെയ്തു. ടാക്സോളും കാർബോപ്ലാറ്റിൻ എന്ന് പറയുന്ന 2 ടൈപ്പ് കീമോ. അത് ആദ്യമൊക്കെ വലിയ കുഴപ്പമില്ലാതെ 1-2 ഡോസൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എൻ്റെ കൗണ്ട് ANC എന്ന് പറയുന്നതും WBC കൗണ്ടും ഒക്കെ അങ്ങ് തീരെ അങ്ങ് കുറഞ്ഞു. അപ്പം അവരാദ്യമേ അത് ഡോസ് കുറച്ചു. ഞാൻ ഇത് എടുക്കാൻ ചെല്ലുന്ന സമയത്ത് കൗണ്ട് കുറവാകുന്നത് കൊണ്ട് അവര് പിന്നെ 1-2 പ്രാവശ്യം എന്നെ തിരികെ വിട്ടു. പിന്നെ ഡോസ് കുറച്ചു വന്നിട്ടും അതിനൊരു വ്യത്യാസമില്ല. പിന്നെ ഒരു ന്യൂപ്പജൻ എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റ്, ഒരു ഇഞ്ചക്ഷൻ, അതൊരു ചെറിയ ഇഞ്ചക്ഷനാ, പക്ഷെങ്കിൽ അതിന് $2,390 ആയിരുന്നു ഇൻഷുറൻസ് ചാർജ് ചെയ്തോണ്ടിരുന്നത്. അപ്പൊ ഒരാഴ്ച 3 ദിവസവും മറ്റേ ആഴ്ച 4 ദിവസവും. അതിപ്പം കീമോയ്ക്ക് വേണ്ടി പോകുന്ന അവിടെ പോണം. ഇങ്ങനെ മൺഡേ ടു ഫ്രൈഡേ യാത്രയായിരുന്നു. ഇഞ്ചക്ഷൻ എടുക്കാൻ വീട്ടിൽ തരത്തില്ല, അത് ഹോസ്പിറ്റലിൽ പോയി എടുക്കണം, അങ്ങനെ ക്ലിനിക്കിൽ പോയി എടുക്കണം. അങ്ങനെ യാത്രയായിരുന്നു. ഹസ്ബൻഡ് തന്നെ എല്ലായിടത്തും കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. അങ്ങനെ അതും എടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് പിന്നെ കാർബോപ്ലാറ്റിൻ ഇത് കുറയാഞ്ഞപ്പോഴത്തേക്കിന് ഈ ന്യൂപ്പോജൻ എടുത്തിട്ടും കുറയാഞ്ഞപ്പോഴത്തേക്കിന് കാർബോപ്ലാറ്റിൻ എന്നുള്ള മെഡിസിൻ അവരങ്ങ് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ടാക്സോള് 12 ഡോസും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അൾട്രാസൗണ്ട് ചെയ്തപ്പോഴത്തേക്കിന് നേരത്തെക്കാട്ടിലും ട്യൂമർ പിന്നെയും വളർന്നു. അപ്പം പറഞ്ഞു അഗ്രസീവ് ക്യാൻസർ ആണ്, ഇനിയും പിന്നെ സർജറി ചെയ്യാമെന്നും പറഞ്ഞ് സർജറിക്ക് വേണ്ടി പോസ്റ്റ് ചെയ്തു. 2022 ജനുവരി 6 സർജറിക്ക് പോസ്റ്റ് ചെയ്തു. ജനുവരി 3 പ്രീ ഓപ്പ് ആയിട്ട് പിന്നെ കോവിഡ് ടെസ്റ്റ് ചെയ്തപ്പം കോവിഡ് പോസിറ്റീവാ. പക്ഷെ അന്നേരം എനിക്ക് കോവിഡിന്റെ യാതൊരു സിംറ്റംസും ഇല്ലായിരുന്നു. ജനുവരി 15 ആയപ്പോ തൊട്ട് ചുമ തുടങ്ങി. പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായി. 12 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അങ്ങനെ 12 ദിവസം കഴിഞ്ഞ് പിന്നെയും വന്നിട്ട് കംപ്ലീറ്റ്ലി ആ റെസ്പിറ്ററി ഡിസ്ട്രസ് ഒന്നും കംപ്ലീറ്റ് മാറിയിട്ടില്ല. പിന്നെ കുറേയും കൂടെ കഴിഞ്ഞ ഉടനെ സർജറി ചെയ്യാൻ പറ്റത്തില്ലാത്ത സ്റ്റേജ് ആയിരുന്നത് കൊണ്ട് പിന്നെ അവർ പറഞ്ഞെന്നാ പിന്നെ റേഡിയേഷൻ എടുക്കാം. റേഡിയേഷൻ അതിനു മുമ്പായിട്ട് ഡിസംബറിൽ തന്നെ ജനുവരിയിലെ സർജറിക്ക് ഡേറ്റ് കിട്ടിയ 1 ഡോസ് കൂടി എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഡിസംബർ 6 എനിക്കൊരു വേറൊരു മെഡിസിൻ സ്ട്രോങ് ആയിട്ടുള്ള ഡോക്സറൂബിസിനും സൈക്ലോഫോസ്ഫാമൈഡ് എന്ന് പറഞ്ഞ 2 കീമോ തന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ അവരെ MRI എടുക്കാനായിട്ട് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും സർജറി നടക്കുന്നില്ല. അപ്പം ഈ കീമോ 1 ഡോസ് കൂടെ എനിക്ക് തന്നു. അത് തന്നപ്പോഴത്തേക്കും എൻ്റെ മുടി മുഴുവൻ പോയെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോ ദൈവത്തിന്റെ പരിപാലനവും സൂക്ഷിപ്പും ഒക്കെ എത്രയുണ്ട്. ആ ശരീരത്തില് ആള് എന്നെ കണ്ടാല് അങ്ങ് വളരെ ക്ഷീണിച്ചു, തലമുടി മുഴുവൻ പോയി, കണ്ണിന്റെ പിരികോ എന്നെ കണ്ടാൽ തന്നെ ആകെ അങ്ങ് വല്ലാത്ത ഒരു ശരീരത്തിലുള്ള എല്ലാ രോമവും പോയി, കണ്ണിന്റെ പിരികവും എല്ലാം പോയി അങ്ങ് വല്ലാതെ ഒരു രൂപമായി തീർന്നു. അപ്പം ആരെയും അലോ ചെയ്യത്തില്ലായിരുന്നു, വിസിറ്റേഴ്സിനെ ഒന്നും അലോ ചെയ്യത്തില്ലായിരുന്നു. പക്ഷേ പിന്നെ കുറെ കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ സിബ്ലിങ്സും അമ്മയൊന്നും മാറാനൊത്തില്ല. വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ കണ്ടു കഴിഞ്ഞപ്പോ ഞാൻ വോക്കറിൽ ഇങ്ങനെ നടന്ന ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴാണ് അവര് വരുന്നത്. അവര് നിപ്പിൽ അവിടെ അങ്ങ് നിന്നുപോയി എന്നെ കണ്ടു കഴിഞ്ഞപ്പോ. അപ്പൊ അമ്മ അന്നും പറഞ്ഞു, ഇല്ല, എന്റെ കൺമുമ്പ് എന്റെ കുഞ്ഞിനൊന്നും വളർത്തില്ല, എന്റെ ദൈവം മതിയാന എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ ദൈവം നടത്തി. അത് കഴിഞ്ഞു. ദൈവം കൃപയാൽ 2ാമത്തെ കീമോ എടുത്തു. അതും കഴിഞ്ഞ് ഇങ്ങനെ പോകുമ്പോഴാണ്
റേഡിയേഷൻ എടുത്തു. റേഡിയേഷൻ ആദ്യമേ 30 തന്നു. 30 എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു MRI കൂടെ ചെയ്തു. അന്നേരത്തേക്കിന് പിന്നെ വലിയ വ്യത്യാസമില്ല. കാരണം അത് ബോണയിലും മസിലയിലും പിടിച്ചിരിക്കുക ഈ ട്യൂമർ. അപ്പം ബോണയിലും മസിലയിലും പിടിച്ചത് കൊണ്ട് ആ ബോണയിൽ വിട്ട് കിട്ടിയാൽ അവർക്ക് സർജറി ഈസി ആയിക്കുമെന്നും പറഞ്ഞു അവര് പറഞ്ഞിട്ട് പിന്നെ ഒരു 11 കീമോയും കൂടെ, അങ്ങനെ 41 കീമോ ഈ 22 തന്നു. അങ്ങനെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് പിന്നെ എൻ്റെ ഇൻഷുറൻസ് ചേഞ്ച് ആയി. ഞാൻ ഇവിടെ MD ആൻഡേഴ്സ് എന്ന് പറയുന്നത് അമേരിക്കയിലെ ക്യാൻസറിന്റെ ലോകത്തിന്റെ എല്ലാ സ്ഥലത്തു നിന്നും കീമോയ്ക്ക് വരുന്ന സ്ഥലമാണ്. ആദ്യമേ 2003 തൊട്ട് 2014 വരെ ഞാൻ അവിടെ ആയിരുന്നു ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരുന്നത്. പിന്നെ 14 ആയപ്പോഴത്തേനും എൻ്റെ ഇൻഷുറൻസ് ചേഞ്ച് ആയതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റാതെ വന്നു. 22 പിന്നെ ഞാൻ റിട്ടയർമെന്റ് എടുത്തതുകൊണ്ട് പിന്നെ അവിടെ തന്നെ പിന്നെയും പോകാനൊത്തു. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കീമോയും കൂടെ തരാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സർജറി ഇച്ചിരി ഈസി ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പം വേറൊരു കീമോയും കൂടെ 9 സൈക്കിള് തന്നു. അപ്പോഴത്തേക്കിന് ഈ ഇത്രയും കീമോ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കിന് എനിക്ക് ഹിയറിംഗ് ലോസ്, വിഷൻ ലോസ്, കോൺസെൻട്രേഷൻ പ്രോബ്ലം, ഇങ്ങനെ പല ബുദ്ധിമുട്ടുകൾ, ഈ പറഞ്ഞതുപോലെ മെമ്മറി ലോസ് എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും ഞാൻ ഡോക്ടറോട് തന്നെ, എൻ്റെ ഓൺകോളജിസ്റ്റിനോട് തന്നെ പറഞ്ഞു ഇത് ഒത്തിരി ആവുന്നു, എനിക്ക് എല്ലാം എൻ്റെ ഇത് മെമ്മറിയൊക്കെ ഒത്തിരി കുറയുന്നു. അപ്പോൾ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് സർജനോട് ചോദിക്കാം. ഈ 9 കീമോ കഴിഞ്ഞാഴ്ച പിന്നെ 9 സൈക്കിൾ കഴിഞ്ഞ് ഡോക്ടർ സർജൻ പറഞ്ഞു നമുക്കിനി വേറൊരു കീമോ ഇടാം. ഞാൻ പറഞ്ഞു ഡോക്ടർ ഇത്രയും കീമോ, ഞാൻ 58 കീമോ എടുത്തു, 8 ഇമ്മ്യൂണോതെറപ്പി എടുത്തു, 41 റേഡിയേഷൻ ഇതിന് തന്നെ എടുത്തു. നേരത്തെ എനിക്ക് 30 തന്നിട്ടുണ്ട്. അപ്പം എല്ലാം കൂടെ ആയിട്ട് ഇനി നിങ്ങൾക്ക് സർജറി ചെയ്യാമോ എന്ന് ചോദിച്ചു. എന്നാൽ പിന്നെ ഞാൻ ഓൺകോളജിസ്റ്റിനോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. ഓൺകോളജിസ്റ്റിനെ ചോദിച്ച് അങ്ങനെ എനിക്ക് സർജറിക്ക് സജസ്റ്റ് അവര് എഗ്രി ചെയ്തു. 2023 മെയ് 30 എന്റെ സർജറി ചെയ്തു. ആക്ച്വലി എനിക്ക് സർജറി ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ അന്നേരം പറഞ്ഞ ബയലാറ്ററൽ മാസ്റ്റക്ടമി അങ്ങ് ചെയ്യുമെന്ന്. അന്നേരം ഡോക്ടർ പറഞ്ഞില്ല, എന്റെ ലിംഫ് നോഡ് എടുക്കേണ്ടി വരും, ചിലപ്പോൾ മസിൽ മാറ്റി ബാക്കിൽ നിന്ന് മസിലെടുത്ത് ഫ്രണ്ടിൽ വെക്കണം, ബോണയില എല്ലാം എടുക്കണം, അതെല്ലാം കൂടെ ആകുമ്പോഴത്തേക്കിന് ചിലപ്പം 10-15 മണിക്കൂറോളം സർജറി നീണ്ടുപോകും, അതുകൊണ്ട് മറ്റേ ബ്രഷ് ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ അവര് ചെയ്തു, സർജറി ചെയ്തു. മസില് മാറ്റി വെച്ചു, ബാക്കിൽ നിന്ന് മസിലെടുത്ത് ഫ്രണ്ടിലോട്ട് വെച്ചു. അതേസമയത്ത് ബോണയിൽ അവർക്ക് കട്ട് ചെയ്ത് വെച്ചാല് ഒരു ചെസ്റ്റ് പെട്ടണം ആ ഡ്രെയിനേജിനൊക്കെ. അപ്പൊ അന്നേരം മസില് ഹീലാകത്തില്ലാത്തതുകൊണ്ട് അത് അവര് ചിരണ്ടി എടുത്ത് വെച്ച്, അവിടെ മാക്സിമം എടുക്കാവുന്നത് ചിരണ്ടി എടുത്ത് വെച്ച് പിന്നെ മസില് മാറ്റി വെക്കുമായിരുന്നു. അന്നേരം പറഞ്ഞു താഴോട്ട് അവര് സ്ക്രേപ്പ് ചെയ്തില്ല, കാരണം അത് അങ്ങനെ ചെയ്താൽ ലങ്സിനെ അഫക്ട് ചെയ്യുമെന്നും പറഞ്ഞ് ചെയ്തിട്ടില്ല. അങ്ങനെ സർജറി കഴിഞ്ഞപ്പോ പിന്നെ 1 മാസത്തേക്കിന് റിക്ലൈനറിൽ ഇങ്ങനെ ഇരുന്ന് വേണം ഉറങ്ങാൻ, കിടക്കാൻ പറ്റത്തില്ല. അങ്ങനൊക്കെ അതുവരെ എവറി 2 hours എഴുന്നേറ്റ് നടക്കണം. അങ്ങനെ വലത്തെ കൈ ദേഹത്തോട് മുട്ടിക്കരുത്, അങ്ങനെ ഭയങ്കര റെസ്ട്രിക്ഷൻസ് ഒക്കെ ആയിരുന്നു. 7 മണിക്കൂർ കൊണ്ട് സർജറി കഴിഞ്ഞു. അങ്ങനെ ദൈവകൃപയാല് വലിയ കുഴപ്പമില്ലാതെ നിന്നു. സർജറിയുടെ റിസൾട്ട് വന്നപ്പം എൻ്റെ അതിൽ 30% ലൈവായിട്ട് ഉണ്ടായിരുന്നു. 30% ലൈവ് ആയതുകൊണ്ട് അവര് പറഞ്ഞു ഒരു ടാബ്ലറ്റ്, കെപ്സിറ്റബിൻ എന്ന് പറഞ്ഞ ഒരു ടാബ്ലറ്റ് അതെടുക്കാൻ പറഞ്ഞു. അതെടുക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് ആദ്യമായി നോക്കുമ്പോ എൻ്റെ കാലില ബ്ലിസ്റ്റർ വന്നു. അതുകൊണ്ട് ബ്ലിസ്റ്റർ വന്നപ്പോൾ അവര് പിന്നെ ഡോസ് കുറച്ചു. ആദ്യമേ ഡ്യൂറേഷൻ കുറച്ച് കൂട്ടി. അങ്ങനെ നോക്കിയിട്ടും വ്യത്യാസമില്ലാത്തപ്പോ പിന്നെ ഡോസ് കുറച്ചു കഴിഞ്ഞു. പിന്നെ അപ്പോഴത്തേക്കും എന്റെ കയ്യിലെ തൊലി മുഴുവൻ പോയി, കാലയിലെ തൊലി മുഴുവൻ കംപ്ലീറ്റ് പോയി. അയ്യോ ഇതെന്താന്ന് പറഞ്ഞ ഡോക്ടർ പിന്നെ അങ്ങ് നിർത്തി വെച്ച് പറഞ്ഞു എവറി 6 months ഹൈ ചാൻസ് ഓഫ് റിക്കറൻസ് ആണ്, എവറി 6 months പിന്നെ ഇത് ചെയ്യണമെന്ന് പറഞ്ഞു, CT സ്കാൻ. അങ്ങനെ സെപ്റ്റംബറിൽ ചെയ്തു. കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ ഇനിയും അടുത്ത ആഴ്ച
14-ാം തീയതി എൻ്റെ CT ഉണ്ട്, 17-ാം തീയതി ഡോക്ടർ അപ്പോയിൻമെന്റ് ഉണ്ട്. ഇത്രത്തോളം ദൈവം നടത്തി. ഞാൻ നഴ്സിങ്ങിന് ജോലിക്ക് കയറിയ നാൾ തൊട്ട് ഞാൻ ജോലിക്ക് കയറുന്ന സമയത്തൊക്കെ ഭയങ്കര ബിസി ആയിരുന്നു ഹോസ്പിറ്റലിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാം ചാട്ടിങ് ഒക്കെ ഇത് കൈകൊണ്ട് എഴുതി വേണം. അപ്പൊ എനിക്കൊരു സ്വഭാവമുണ്ട്, ചെയ്യുന്നത് പ്രോപ്പറായിട്ട് ചെയ്യണം. അപ്പൊ ഞാൻ എഴുതുന്നത് ആർക്കെങ്കിലും വായിച്ചാൽ അവർക്ക് മനസ്സിലാവുന്ന പോലെ നല്ല നീറ്റായിട്ടൊക്കെ ഞാൻ എഴുതത്തുള്ളൂ. അപ്പൊ അങ്ങനെ വന്നപ്പോ ഇതൊക്കെ ചെയ്യുമ്പോ എനിക്ക് ടൈം ഒത്തിരി ബിസി ആയിട്ട് വരുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞെങ്കിലും ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, 1-2 പേഷ്യൻസ് എന്നോട് പറഞ്ഞു, നീ പറഞ്ഞു കുറെ നേരം ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ പിന്നെ നീ എനിക്ക് എൻ്റെ അടുത്ത് പറഞ്ഞേന്ന് പറഞ്ഞു. നൈറ്റ് ചെയ്യുമ്പോ പിന്നെ ടൈം രാവിലെ ഒക്കെ ഉള്ളൂ. അപ്പൊ അവരുടെ അടുത്ത് ഒത്തിരി റെസ്പിറ്ററി തെറപ്പിസ്റ്റ്, PT എല്ലാം ഇങ്ങനെ വരുന്നത് കൊണ്ട് പിന്നെ എനിക്ക് അവരോടൊന്നും പറയാനൊത്തില്ല. പക്ഷെ എൻ്റെ ഈ ഹാബിറ്റ്, എനിക്കൊരു സ്വഭാവമുള്ളത് എപ്പോഴും ഇങ്ങനെ പാടിക്കൊണ്ട് നടക്കും. അത് ചെറിയ ജോലിയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും എപ്പോഴും ഇങ്ങനെ, അത് സെയിം പാട്ടായിരിക്കത്തില്ല ഞാൻ പാടുന്നത്. ഇപ്പൊ ഒരു പാട്ടാണെങ്കിൽ വേറൊരു പാട്ട് അടുത്ത മൊമെന്റിൽ അടുത്ത വേറെ ഒരു പാട്ടായിരിക്കും. അങ്ങനെ പാടിക്കൊണ്ട് നടക്കും. ജോലിയിലും അത് തന്നെയായിരുന്നു. അപ്പം എൻ്റെ പേഷ്യൻസിനോടൊക്കെ ഞാൻ പറയുമായിരുന്നു, 2003 എനിക്കിങ്ങനെ ക്യാൻസർ വന്നത്, ആ ട്രീറ്റ്മെന്റ് എടുത്താന്ന്. അപ്പൊ അവരൊക്കെ എന്നോട് ചോദിക്കുമായിരുന്നു, നിനക്ക് പിന്നെ ഇത് കിട്ടിയോന്ന്, കീമോ കിട്ടിയോ? എനിക്ക് 2018 തൊട്ട് കീമോ എടുക്കാൻ തുടങ്ങിയപ്പോഴത്തെ ആക്ച്വലി 2009 തൊട്ടൊക്കെ അവര് നേരത്തെ പറഞ്ഞതാ ഞാൻ കീമോ കൊടുക്കാൻ. അന്നേരം ഞാൻ പറഞ്ഞു എനിക്ക് കീമോ കൊടുക്കണ്ട, ഞാൻ കീമോ പേഷ്യന്റ്, എനിക്ക് ക്യാൻസർ സർവൈവർ, എനിക്ക് ഇനി കൊടുക്കുന്നത്. പക്ഷെ പിന്നെ കമ്പൽസറി ആയപ്പോ 2012 തൊട്ട് ഞാൻ കീമോ കൊടുക്കാൻ തുടങ്ങി. എന്റെ പേഷ്യൻസിനോടെല്ലാം ഞാൻ എന്റെ കർത്താവിനെ കുറിച്ച് പറയാനിടയായി. ആദ്യമൊക്കെ ഇപ്പൊ അത്രയൊന്നും ബൈബിളും ട്രാക്റ്റും ഒന്നും ഞങ്ങളുടെ കയ്യിലില്ലായിരുന്നു. പിന്നെ ബൈബിളും ട്രാക്റ്റും ഒക്കെ ഇഷ്ടംപോലെ കിട്ടി. ഞങ്ങൾ പിന്നെ വരുത്തി അങ്ങനെ പേഷ്യൻസിന് വേണ്ടിയവർക്കെല്ലാം ബൈബിളും കൊടുത്ത്, എസ്പെഷ്യലി ഈ സ്പാനിഷും ഇംഗ്ലീഷും എല്ലാം ബൈബിൾ വരുത്തി. പിന്നെ ഞങ്ങൾ ചർച്ചിൽ നിന്ന് എടുത്തോണ്ട് വരുവാണ്. ചർച്ചിൽ ഇങ്ങനെ ഇതിന് കൊടുക്കുന്ന ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കൊടുക്കുക. അങ്ങനെ ട്രാക്റ്റും ബൈബിളും ഒക്കെ കൊടുക്കാൻ തുടങ്ങി. 2003 ആദ്യമേ ക്യാൻസർ വന്നപ്പം ഭാഷ അത് ചർച്ചിൽ അനൗൺസ് ചെയ്തു. അന്ന് പിന്നെ അത്ര ആൾക്കാരൊന്നുമില്ല, ഗസിച്ചൊക്കെ ഭാഷയായിരുന്നു. ഭാഷ അനൗൺസ് ചെയ്തു കേട്ടോ. എൻ്റെ ഹസ്ബൻഡ് ഇരുന്ന് കുനിഞ്ഞിരുന്ന് കരച്ചില്ല, പിള്ളേരും തലവന്നിരുന്ന് കരച്ചില്ല. അപ്പം ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, എൻ്റെ മുന്നിൽ ആരും കരഞ്ഞേക്കരുതെന്ന്. അപ്പം എൻ്റെ ഹസ്ബൻഡ് പിന്നെ ഞാൻ കുറഞ്ഞു കഴിഞ്ഞപ്പം പറഞ്ഞു, ഗാരേജിലെ വണ്ടി പാർക്ക് ചെയ്ത് വെച്ച് മേലോട്ട് കൈ നീട്ടി കണ്ണുനീരോട് ദിവസം നീ പ്രാർത്ഥിക്കുമായിരുന്നു. പിള്ളേർ അവരവരുടെ റൂമിൽ പോയിരുന്നു കരഞ്ഞ് പ്രാർത്ഥിക്കും. ദൈവം ചെയ്തു എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ ദൈവം ഞങ്ങളെ നടത്തി. ഈ റേഡിയേഷൻ എടുത്തു തുടങ്ങിയപ്പോൾ, ലാസ്റ്റിലെ റേഡിയേഷൻ ഒക്കെ എടുത്തോണ്ടിരുന്നപ്പോൾ എൻ്റെ ടെമ്പറേച്ചർ അങ്ങ് 105 കൂടുതലും 3-4 പ്രാവശ്യം. ആ ട്യൂമറിന്റെ കൊണ്ട് 105 കൂടുതൽ വരും. പിന്നെ ആ സമയത്തേക്ക് ഞാൻ ഡിസോറിയന്റഡ് ആകുമ്പോഴത്തേക്കും ചോദിച്ചാൽ ഹസ്ബൻഡ് അങ്ങ് പാനിക്കാവുമായിരുന്നു. പെട്ടെന്ന് പിന്നെ അവള് നഴ്സ് പ്രാക്ടീഷണർ. അപ്പൊ അവള് ഇവിടെ വന്ന് പിന്നെ ഇങ്ങോട്ട് താമസം മാറ്റി. കുറച്ച് ദിവസത്തേക്ക് ഞാൻ ബെറ്റർ ആകുന്നതും വരെ അവളിവിടെ താമസിച്ച് എന്നെ ഡാഡിക്ക് സപ്പോർട്ടായിട്ട് പിന്നെ രാത്രി പനി കൂടുമ്പോഴത്തേക്കിന് പിന്നെ രാത്രി തന്നെ ഡോക്ടറെ വിളിക്കുകയും അവിടെ അങ്ങനെ ആന്റിബയോട്ടിക് എടുക്കുകയും മരുന്നെടുക്കുകയും പെട്ടെന്നെല്ലാം ചെയ്ത് അവളും കൂടെ നിന്നത് കൊണ്ട് ഒരു സപ്പോർട്ടായിരുന്നു. അങ്ങനെ പിള്ളേരും പിന്നെ എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ എപ്പോഴും ഇതേ പറയാനുള്ള, ദൈവം നടത്തിയ വഴികൾ ഇങ്ങനെ പറഞ്ഞു വെച്ച് പറയും. എനിക്ക് കഴിവില്ലാത്തവളാ ഞാൻ, കഴിവില്ലാത്തെങ്കിൽ ഒരു കുഞ്ഞുങ്ങൾക്ക് പോലും ഒരു നഷ്ടവും ഒരു കുഞ്ഞിനെ ഒരു മിസ്കാരേജോ ഒരു മരണമോ ഒന്നും ഉണ്ടാകത്തില്ല, എൻ്റെ കണ്ണിന്റെ മുമ്പിൽ ഒന്നും ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞമ്മ എന്നും പറയുമായിരുന്നു. ഇപ്പോഴും പറയും, എൻ്റെ കർത്താവിനോട് കാണിച്ച ഏറ്റവും വലിയ കരുണയാ എനിക്ക് വിടുതൽ കിട്ടിയെന്ന് എപ്പോഴും പറയും. അങ്ങനെ ദൈവം ഞങ്ങളെ നടത്തി. ദൈവത്തിന്റെ കൃപയാല് ഇന്ന് വരെ നടത്തി. പിന്നെ ഞാൻ ഹോസ്പിറ്റലിലായിരിക്കുമ്പോ എനിക്ക് പിന്നെ ഈ ട്രാക്റ്റ് ഒക്കെ കൊടുക്കാൻ ഒക്കുമ്പോൾ ഞാൻ അന്നേരം കൊടുക്കുമായിരുന്നു. കാരണം ഞങ്ങളുടെ ചാപ്ലൈനോടൊക്കെ പറഞ്ഞ ഡെയിലി ബ്രെഡ് ഒക്കെ മേടിപ്പിക്കും. ആക്ച്വലി നേരത്തെ ഒന്നും ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ അങ്ങനത്തെ ഇതൊന്നും ഇല്ലായിരുന്നു. ചാപ്ലൈൻ വന്ന് പ്രാർത്ഥിച്ചു പോകുന്നേ ഉള്ളായിരുന്നു. അപ്പൊ എൻ്റെ കൂടെ ജോലി ചെയ്ത ഒരു
ബ്ലാക്ക് നേഴ്സ്, അവളും പറഞ്ഞു മിസ്റ്റർ നമുക്ക് ഇവർക്ക് റെക്കമെൻഡ് ചെയ്യാം, ഇവര് എല്ലാ റൂമിലും ഒരു ബൈബിൾ വെക്കണം നമുക്ക് പറയാമെന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ റെക്കമെൻഡ് ചെയ്ത് ഏതായാലും കുറെ നാൾ കഴിഞ്ഞപ്പോഴത്തേക്കിന് ചാപ്ലൈൻ ബൈബിളൊക്കെ വേണ്ടിയവർക്കൊക്കെ കൊടുക്കാൻ തുടങ്ങി. ഞാനും എന്റെ പേഷ്യൻസിനോടെല്ലാം പിന്നെ എന്നാലാകാവുന്നത് പറയാം. നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട്, പറയുന്നതിന് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെങ്കിൽ നമ്മൾ അവരോട് സുവിശേഷം നമ്മുടെ അനുഭവമായിട്ടാണ് പറയുന്നത് കൊണ്ട് കുഴപ്പമില്ലായിരുന്നു. പക്ഷെങ്കിൽ പിന്നെ നമുക്ക് ടൈം കിട്ടാതെ വരുമല്ലോ. അങ്ങനെ ഉള്ളതുകൊണ്ട് എന്നാലാകാവുന്നത് ഞാൻ ചെയ്തു. ചിലപ്പോൾ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരെന്നെ വിളിച്ചിട്ട് പറയും പക്ഷെ ആ പേഷ്യന്റ് വളരെ ഡിപ്രസ്ഡാ, ആ പേഷ്യനെ ഒന്ന് പോയി കാണണേ. അപ്പൊ പിന്നെ ഞാൻ പോയി വർത്താനം പറയും. അപ്പം അങ്ങനെ പലരും എന്ന് പറഞ്ഞാൽ ഒത്തിരി പേര് ഇൻമേറ്റ് ആയിരുന്ന പലരും, അവരൊന്നും ക്യാൻസർ പേഷ്യന്റ് അല്ല, പക്ഷെങ്കിൽ അവരൊക്കെ തീരുമാനമെടുത്ത് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ക്യാൻസർ പേഷ്യൻസ് ആണേലും ഞാൻ ഒരു പേഷ്യന്റിന് എൻ്റെ ഒരു കൂടെ ജോലി ചെയ്യുന്ന ഒരു കൊച്ചെന്നോട് വന്ന് പറഞ്ഞു ഇഷ്ടമാണ് ആ പേഷ്യന്റ് അയവ് കിട്ടാൻ പാടാ, അങ്ങനെ കീമോ കൊടുക്കേണ്ടതാണ്. ആ കീമോയ്ക്കകത്തുള്ള അയവ് കൊടുക്കുമ്പോഴത്തേക്കിന് അത് ഒത്തിരി ഡിഗ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ പോയി നോക്കിയപ്പോ ഈ പേഷ്യന്റ് ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ട് കണ്ടു. ഞാൻ അന്നേരം ഒരു 10-15 മിനിറ്റ് എടുത്ത് കാണുള്ളൂ. ഞാൻ അല്പം സുവിശേഷവും പറഞ്ഞു, ഒരു ട്രാക്റ്റും കൊടുത്തു, ഒരു ബൈബിളും കൊണ്ട് കൊടുത്തു. അത് ആ പേഷ്യന്റ് ഭയങ്കര സന്തോഷമായി പോയി. ആളും മരിക്കാനുള്ള ഡയഗ്നോസിസ് അതാ. അപ്പം പിന്നെ ആ നേഴ്സിനോട് പറഞ്ഞു കേട്ടോ, ആ നേഴ്സിനോട് പറയണം. പിന്നെ ഞാൻ ആ പേഷ്യനെ ഡിസ്ചാർജ് ചെയ്യുന്ന ആ സമയത്ത് ഞാൻ അങ്ങോട്ട് ചെന്നപ്പോഴത്തേനും എൻ്റെ ഫാമിലി എല്ലാം വന്ന് വെച്ച് പറഞ്ഞു നീ അവനോട് ഇത് പറഞ്ഞത് നന്നായി, നന്ദി, താങ്ക്സ് ഉണ്ട്, നിന്നെ ഒത്തിരി ദൈവം അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒത്തിരിയും പേഷ്യൻസിനോട് പറയാൻ എനിക്ക് പറ്റി. എത്ര പേര് രക്ഷിക്കപ്പെട്ടെന്നൊന്നും എനിക്കറിയത്തില്ല, 3-4 പേരുടെ എനിക്കറിയാം. പക്ഷെ അതൊക്കെ ബാക്കിയൊക്കെ കർത്താവിന്റെ കരങ്ങളിൽ. ഇപ്പം പിന്നെ ഞങ്ങളിങ്ങനെ വീട്ടിലാ പ്രാർത്ഥിക്കുന്നു. ദൈവഹിത തന്നെയാണ്, ദൈവം നടത്തുന്ന പോലെ ആട്ടെ, അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. 2022 ജൂലൈ തൊട്ട് ഞാൻ റിട്ടയർമെന്റ് എടുത്തിരിക്കുന്നു. 23 മെയ്യിലായിരുന്നു എൻ്റെ അത്. പിന്നെ ഇപ്പം വീട്ടിൽ തന്നെ ഇരിക്കുന്നു. ദൈവം കൃപയാൽ നടത്തുന്നു. ഇതുവരെ നടത്തിയ ദൈവം ഇനിയും നടത്തും. ആന്റി, എത്ര കീമോയും എത്ര റേഡിയേഷൻ എടുത്തിട്ടുണ്ട് ജീവിതത്തില് മുഴുവനായിട്ട്? എല്ലാം കൂടെ ഇപ്പം ലാസ്റ്റ് 41 നേരത്തെ 30. 71 കീമോ. റേഡിയേഷനോ? അല്ല, 58 കീമോ, റേഡിയേഷൻ 71. അതെ, 58 കീമോ, റേഡിയേഷൻ 71. ഇമ്മ്യൂണോതെറപ്പി 8. 71 ഇമ്മ്യൂണോതെറാപ്പി 8. അതെ, ഇത്രയും കഷ്ടങ്ങളിലൂടെ കടന്നു പോയി ആ സമയത്തൊക്കെ ദൈവത്തിന്റെ സാന്നിധ്യം ആന്റിയുടെ ജീവിതത്തിൽ എങ്ങനെയാ ഇരുന്ന് ദൈവമായിട്ടുള്ള? ഞാൻ ഇത്രയെല്ലാം കടന്നു പോയെങ്കിലും ദൈവം എന്നെ പൂർണ്ണ സമാധാനത്തിൽ കാത്തു. എന്നെ ആദ്യത്തെ കീമോ എടുത്തോണ്ടിരുന്നപ്പോഴത്തേക്കാണ് എന്നെ കാണാൻ വന്നവര് ഞാൻ പറഞ്ഞു എനിക്ക് ഭവിച്ചു സുവിശേഷത്തിന്റെ വ്യാപ്തിക്ക് കാരണമായില്ല. കാരണം എന്താന്ന് വെച്ചാല് എന്റെ പേഷ്യൻസിനോട് എനിക്ക് പറയാനൊക്കുമല്ലോ, ഞാനിങ്ങനെ കടന്നു പോയതാണ്. ഈ ക്യാൻസർ എന്ന് പറയുന്ന ഡയഗ്നോസിസ് കേൾക്കുമ്പോഴേ തന്നെ മനുഷ്യൻ അങ്ങ് നിരാശയാവും. അപ്പൊ ഇത് എന്റെ മിടുക്കൊണ്ടൊന്നും അല്ല. ഇപ്പൊ ഇനി കഴിഞ്ഞ പ്രാവശ്യം ദൈവം ഇത്രയും കൃപ ചെയ്തൊന്നും കൊണ്ട് എന്നും ഞാൻ അങ്ങനെ സ്ട്രോങ് ആയി നിൽക്കണമെന്നില്ല. ദൈവം തരുന്ന കൃപയാത്, അല്ലാതെ നമ്മുടെ മിടുക്കൊന്നും അല്ല. ദൈവം നടത്തിയെന്നല്ലാതെ ഒന്നും പറയാനില്ല. അങ്ങനെ അതെനിക്ക് ദൈവം സഹായിച്ചു. പിന്നെ പേഷ്യൻസിനോടൊക്കെ തന്നെ ഇപ്പൊ ചില പേഷ്യൻസിനൊക്കെ അറിയാം എനിക്കിങ്ങനെ ക്യാൻസർ ഉള്ളതാണ്. ചിലർ എന്നോട് ചോദിക്കുമായിരുന്നു ക്യാൻസർ എളുപ്പം. ആദ്യത്തെ കീമോ ഒക്കെ എടുത്തോണ്ടിരിക്കുമ്പോ ഞാൻ പിന്നെ മാസ്ക് വെച്ചോണ്ട് പോകും. എന്റെ ഹോസ്പിറ്റലൊക്കെ റിയലി സപ്പോർട്ടീവ് ആയിരുന്നു എല്ലാവരും. എനിക്ക് തന്നെ അറിയാം എന്റെ ഡയഗ്നോസിസ്, ആദ്യത്തെ ഡയഗ്നോസിസും ഒക്കെ വന്നപ്പോ തന്നെ എന്റെ കൂട്ടുകാര് കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ എല്ലാ പ്രാവശ്യവും ഈ ലാസ്റ്റില് ഞാൻ പോയപ്പോഴത്തേക്ക് എന്റെ ഒരു കൂട്ടുകാർക്ക് മരിച്ചു പോയി കരയുന്നത് പോലെ കരയുന്ന കണ്ടു. അപ്പൊ എന്നെ ദൈവം ധൈര്യപ്പെടുത്തിയത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നന്മ പ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി അവര്.
2003 അപ്പന് മക്കളോട് കരുണ തോന്നുന്ന പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നും. അപ്പം ഒരു സ്നേഹമുള്ള പിതാവിന്റെ സ്നേഹം അനുഭവിച്ചിട്ടുള്ള ഞാന് ദൈവത്തിന് എന്നോട് കരുണയുണ്ട്, നിശ്ചയമായും ഉണ്ടല്ലോ. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, എന്റെ ചർച്ചിന്റെ പ്രാർത്ഥന അതൊരു വലിയ സപ്പോർട്ടായിരുന്നു. ആദ്യത്തെ തന്നെ 2003 തന്നെ പാസ് പറഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ എല്ലാരും അത് അവരുടെ വിഷയമായിട്ട് ഏറ്റെടുത്തു. അന്നൊക്കെ വളരെ ചുരുക്കമേ ഉള്ളൂ. 2003 ക്യാൻസർ വന്നപ്പോഴും 2006 വന്നപ്പോഴും പാഷയ്ക്ക് ശിച്ചൊക്കെ ആയിരുന്നു. 2018 വന്നപ്പോഴത്തേക്കിന് സാബു അറിയസായിരുന്നു. ആദ്യമൊക്കെ പിന്നെ എനിക്ക് ജോലിക്കും പോകാൻ പറ്റുമായിരുന്നു. ഞാൻ കീമോ എടുത്തു കഴിഞ്ഞിട്ട് പിന്നത്തെ ഞാൻ അങ്ങനെ ഞങ്ങൾക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സ്കെഡ്യൂൾ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ അനുസരിച്ച് കീമോ കഴിഞ്ഞിട്ട് കുറെ ദിവസങ്ങളേക്ക് പോകാതിരിക്കാനൊക്കെയുള്ള അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എടുക്കുമായിരുന്നു. എന്നാലും സപ്പോർട്ടീവ് ആയിരുന്നു എല്ലാവരും. പിന്നെ 2018 കഴിഞ്ഞ 21 ആയപ്പോഴത്തേക്കിന് പിന്നെ എന്റെ കണ്ടീഷൻ വളരെ മോശമായി. കാരണം എന്നാന്ന് വെച്ചാൽ രക്ഷപ്പെടുമോ എന്നുള്ള അവസ്ഥയിൽ വന്നു. എന്റെ ഇപ്പൊ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് എന്റെ ചർച്ചിലെ ഒരു സിസ്റ്റർ എന്റെ എന്നോട് പറയാറ്, അയ്യോ ഭാഷ അനൗൺസ് ചെയ്യുന്ന കേട്ടിട്ട് അയ്യോ കൈവിട്ട് പോവുകയാണോ എന്നോർത്ത് ദൈവസന്നിധി നിലവിളിച്ചെന്ന്. അപ്പൊ അവരൊക്കെ ഞങ്ങളുടെ ഭാഷ സർവീസിന്റെ വൈഫ് ഫേദ അതിനായിട്ട് ഞങ്ങൾക്ക് വേണ്ടി ക്യാൻസർ പേഷ്യൻസിന് വേണ്ടി തന്നെ ഒരു പിന്നെ ഇതെടുത്ത ഒരു ആഴ്ചയിൽ 1 വീതം ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. പിന്നെ എല്ലാ ഏരിയ വൈസിലും ഞങ്ങളുടെ ചർച്ച് വലിയ ചർച്ച, 400 ചില്ലാനം പിന്നെ ഫാമിലി ഉള്ള ചർച്ച. അപ്പൊ എല്ലാ ഏരിയയിലെ പ്രാർത്ഥനയ്ക്കും ഉണ്ടായിരുന്നു. പിന്നെ ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നു. ഭാഷ വിൽസൺവർക്ക് വന്നു കഴിഞ്ഞിട്ടാണേലും ഭാഷ ആദ്യം തന്നെ ഇവിടെ വന്ന് കണ്ടുള്ള സിറ്റുവേഷൻ ശരിക്കും മനസ്സിലാക്കി. പിന്നെ അന്നേരം തൊട്ട് പിന്നെ ഞങ്ങൾക്ക് ചർച്ചയിൽ പോകാതിരിക്കാൻ പറ്റുകയില്ലായിരുന്നല്ലോ. അപ്പം അവളെ എല്ലാം അപ്ഡേറ്റ് ചെയ്യുമായിരുന്നു. ഭാഷ എല്ലാ മീറ്റിങ്ങുകളും അപ്ഡേറ്റ് ചെയ്യുന്നത് കൊണ്ട് എല്ലാവർക്കും അതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കി പ്രാർത്ഥിക്കാൻ പറ്റി. പറഞ്ഞല്ലോ ഈ ഇതൊക്കെ എടുത്തു കഴിഞ്ഞപ്പോ അതിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് ഓർമ്മശക്തി പോയി എന്നൊക്കെ, അതൊക്കെ തിരിച്ച് കർത്താവ് തന്നത് എങ്ങനെയാ? കംപ്ലീറ്റ് ആയിട്ടില്ല ഇപ്പോഴും. ഇപ്പം പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും മറന്നു പോകുന്നത്. ഇപ്പൊ ഷുഗർ ഞാൻ ചെക്ക് ചെയ്തായിരുന്നു, ഞാൻ ഇൻസുലിൻ എടുത്തായിരുന്നു. പക്ഷെ കൂട്ടത്തെ അതൊക്കെ വേറൊരു പ്രസംഗം കേട്ടാല എല്ലാം മിക്കവാറും ഒന്നും ഗ്രാസ്പ് ചെയ്യാൻ പറ്റുകയില്ല. അല്ല എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്ന് നോക്കിയാൽ ഇച്ചിരിയൊക്കെ അറിയാം. അതുപോലെ ബൈബിൾ എടുക്കാൻ ഞാൻ 7 പ്രാവശ്യത്തിൽ കൂടുതൽ ബൈബിൾ തന്നെ ആദ്യമേ വായിച്ചിട്ടുണ്ട്. പിന്നെ ഇടവിട്ടൊരു 3-4 പ്രാവശ്യമെങ്കിലും വായിച്ചിട്ടുണ്ട്. എന്നാലും ബൈബിൾ ബുക്ക് പറയുമ്പോഴത്തേക്കും ഒന്ന് തിങ്ക് ചെയ്തിട്ട് എനിക്ക് ആ ബുക്ക് എക്സാക്ട്ലി എടുക്കാനുണ്ട്. ഇത്രത്തോളം ഒക്കെ കീമോയും റേഡിയേഷനും ഒരുപാട് ശരീരത്തിലൂടെ കടന്നുപോയെങ്കിലും കർത്താവ് നടത്തിയല്ലോ, ബലപ്പെടുത്തിയല്ലോ. ഇത്രത്തോളം ഓർമ്മശക്തിയും സംസാരിക്കാനുള്ള കഴിവുമൊക്കെ കർത്താവിൻ്റെ ദാസിക്ക് ദൈവം തന്നല്ലോ. ഇനിയും കർത്താവ് ബലപ്പെടുത്തട്ടെ. അനേകരോട് ജീവിതത്തിൻ്റെ അനുഭവം പറയുവാൻ, ഏതവസ്ഥയിലൂടെ കടന്നു പോയാലും നമ്മുടെ ദൈവത്തിന് ജീവിപ്പിക്കാൻ കഴിയും, ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയും. ആ 96 വയസ്സുള്ള അമ്മയുടെ ആ ഒരു പ്രത്യാശ, എൻ്റെ ജീവിതകാലത്ത് ഒരിക്കലും എൻ്റെ മക്കൾക്കൊരു ദോഷവും വരികയില്ലെന്നുള്ള അമ്മയുടെ ആ പ്രത്യാശയെ, അമ്മയുടെ ആ വിശ്വാസവും കർത്താവ് അതുപോലെ കർത്താവ് നടത്തി. നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞതുപോലെ അമ്മയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ കഷ്ടതയിൽ കൂടെ കടന്നു പോകുമ്പോൾ അമ്മയ്ക്ക് ഒരു എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട്, എപ്പോഴും നടക്കുമ്പോഴും എടുക്കുമ്പോഴും എല്ലാം ഈ അരിയൊക്കെ ഇടുമ്പോൾ ഞങ്ങൾ ഓർക്കുന്നുണ്ട്. അമ്മ തന്നെ പാട്ട് എഴുതിയിട്ട് അത് പാടും. മക്കളെ തന്നുപോരു ദേവ അവർ എപ്പാതെ വരുന്ന അടിയൻ മക്കൾക്ക് വേണ്ടുന്നതെല്ലാം തിരുഹിതം പോലെ നൽകാം. അതിങ്ങനെ പല സോങ്സ് ഉണ്ട്. അങ്ങനെ അത് പാടിക്കൊണ്ട് ഓരോന്നും ഇങ്ങനെ പാടിക്കൊണ്ട് അങ്ങനെ നടക്കുന്ന അമ്മ. അങ്ങനെ എപ്പോഴും പ്രാർത്ഥനയാ, എപ്പോഴും പ്രാർത്ഥന. ആത്മീയ കാര്യങ്ങളല്ലാതെ അമ്മയ്ക്ക് വേറെ ഒന്നുമില്ല. വീട്ടിൽ ആരും ഒരു ദൈവമക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ ഭയങ്കര സ്ഥാനമാണ്. 96 വയസ്സുള്ള അമ്മച്ചിക്ക് ഓർമ്മയും കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലോ, ഇല്ലയോ? ഓക്കെ ആൻറ്റി, കർത്താവ് സഹായിക്കട്ടെ.
ഇത്രത്തോളം സമയം നമ്മളോട് കൂടെ ഇരുന്ന് സാക്ഷ്യം പറയുവാൻ കർത്താവ് നടത്തിയ വിധങ്ങൾ ജീവിതത്തിൽ ഏത് നാം ചിന്തിക്കും നാം ഇപ്പോൾ കടന്നു പോകുമെന്ന്. എന്നാൽ കർത്താവ് നമുക്ക് ഒരു സമയം വെച്ചിട്ടുണ്ട്. ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. ഓരോ വ്യക്തികളെ കുറിച്ചും ദൈവത്തിന് ഓരോ പദ്ധതികളുണ്ട്. അത് പൂർത്തിയാക്കാതെ ഒരിക്കലും ഈ ഭൂമിയിൽ നിന്ന് ദൈവം മാറ്റിപ്പെടുത്തത്തില്ല. പലപ്പോഴും നാം ചിന്തിക്കും നമ്മളിപ്പോൾ തീർന്നു പോകുമെന്ന്. എന്നാൽ ദൈവം ഹാലലെ ആ സ്ഥാനത്ത് നിന്ന് നമ്മളെ ജീവൻ പിടിച്ച് ഹാലലെ പിന്നെയും മുന്നോട്ട് നടത്തുവാൻ ശക്തനായ ഒരു ദൈവം, ഈ ദൈവത്തെ പോലൊരു വലിയ ദൈവമില്ല. ജീവപര്യന്തം നമ്മെ നടത്തുവാൻ ശക്തനാണ്. ആൻറ്റിയെ കർത്താവ് സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. ഞങ്ങളോടൊപ്പം ഇത്രത്തോളം സമയം ആൻറ്റി ആയിരുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ആൻറ്റിയെ കർത്താവിനെയും അധികമായി ഉപയോഗിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ആൻറ്റി. ആൻറ്റി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തുയേശുവിലൂടെ അളവില്ലാതെ ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പരമപിതാവേ, ഈ നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവെ, അങ്ങ് അടിയന്റെ ജീവിതത്തിൽ ചെയ്ത നന്മകളെ കർത്താവെ ദൈവസന്നിധിയിൽ പറയുവാൻ തന്ന അവസരത്തിനായി സ്തോത്രം. ഈ ജോയ്സ് ടിവിക്കായി സ്തോത്രം കർത്താവെ. അതിന്റെ പ്രവർത്തനങ്ങളെ നീ അനുഗ്രഹിക്കണമേ കർത്താവെ. ഓരോ സാക്ഷ്യവും കർത്താവെ ജീവിതങ്ങൾക്ക് വിടുതലിന് കാരണമാക്കി തീർക്കണം പ്രാർത്ഥിക്കുന്നു. അത് കേൾക്കുവാൻ കർത്താവെ നീ ആഗ്രഹിക്കുന്ന വ്യക്തികൾ അത് കേൾക്കുവാനുള്ള അവസരങ്ങളെ ഒടുക്കി കൊടുക്കണമേ. ഈ ദിവസങ്ങളിൽ കർത്താവെ, കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന നാളുകളിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ എല്ലാ ദൈവജനത്തെയും നീ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലൈനിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. അപ്പാ കർത്താവെ, ദൈവസ്നേഹം പകർന്ന് എല്ലാവരെയും നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, രക്ഷിക്കപ്പെടാത്തവരായി ഈ സാക്ഷ്യം കേൾക്കുന്നവര് കർത്താവെ ദൈവത്തെ കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുവാൻ ഹല്ലേലൂയ ദൈവഹിതം മനസ്സിലാക്കി ജീവിതത്തെ ക്രമീകരിക്കുവാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. ലോകത്തിൽ നിന്ന് ഞങ്ങൾ വേർപെട്ടു പോയാൽ ഞങ്ങൾ ഈ ലോകത്തിൽ ചെയ്യുന്നതൊന്നും കർത്താവെ ഞങ്ങൾക്ക് പ്രയോജനമാകുകയില്ലല്ലോ. അപ്പാ, നിത്യതയ്ക്ക് വേണ്ടി ഞങ്ങൾ ഒരുങ്ങുന്നവരായി മറ്റുള്ളവരെ ഒരുക്കുന്നവരാക്കി തീർക്കുവാൻ അവിടുന്ന് പ്രസാദിക്കുമാറാക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ സാക്ഷ്യം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇത് എന്നെ പോലെ കർത്താവെ കഷ്ടത്തിലും ഭാരത്തിലും ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് കർത്താവെ ഇതൊരാശ്വാസമായി തീരുവാൻ അവിടുന്ന് ഇടയാക്കണമേ. എല്ലാ വിധത്തിലും തിരുനാമം മഹത്വം എടുക്കണമേ. സകലവും യേശുവിന്റെ വിലയേറിയ നാമത്തിൽ ചോദിക്കുന്ന പിതാവേ കേൾക്കണമേ. ആമേൻ ആമേൻ ആമേൻ. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലസ് യു.